നമസ്കാരം. എഫ് എം ഓൺ ട്രയലിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. ധനകാര്യമന്ത്രി കെ.എൻ. ബാലഗോപാൽ ബജറ്റ് അവതരിപ്പിച്ചു. ആ ബജറ്റിനെ മുൻനിർത്തിയുള്ള ചർച്ചയാണ് എഫ് എം ഓൺ ട്രയൽ. ധനമന്ത്രിക്കൊപ്പം നമ്മുടെ പൊതുമണ്ഡലത്തിലെ വിവിധ മേഖലകളിൽപ്പെട്ട വിദഗ്ധരാണ് ധനകാര്യമന്ത്രിയുമായി എഫ് എം ഓൺ ട്രയലിൽ പതിവ് പോലെ ഈ ബജറ്റ് ദിവസം സംസാരിക്കുന്നത്. ഇന്ന് എഫ് എം ഓൺ ട്രയലിൽ പങ്കെടുക്കുന്നവരാരൊക്കെയാണെന്ന് നോക്കാം. ഡോക്ടർ പി കെ ജമീല, പ്ലാനിംഗ് ബോർഡ് അംഗം, മുൻ ആരോഗ്യവകുപ്പ് ഡയറക്ടർ. ജി വിജയരാഘവൻ, മുൻ പ്ലാനിംഗ് ബോർഡ് അംഗം. ഡോക്ടർ ബി ഗോവിന്ദൻ, ചെയർമാൻ ഭീമ ജ്വല്ലറി. ഡോക്ടർ സജി ഗോപിനാഥ്, സാങ്കേതിക സർവകലാശാല വൈസ് ചാൻസലർ. ഗായത്രി ബാബു, തിരുവനന്തപുരം കോർപ്പറേഷൻ ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി അധ്യക്ഷ. ജോർജ് ജോസഫ്, മാധ്യമപ്രവർത്തകൻ, സാമ്പത്തിക വിദഗ്ധൻ. എസ് എൻ രഘുചന്ദ്രൻ നായർ, പ്രസിഡന്റ്, ട്രിവാൻഡ്രം ചേംബർ ഓഫ് കൊമേഴ്സ് ആൻഡ് ഇൻഡസ്ട്രി. അപ്പോൾ ഈ വിദഗ്ധരാണ് ഇന്ന് ധനകാര്യമന്ത്രിയുമായി എഫ് എം ഓൺ ട്രയലിൽ സംസാരിക്കുന്നത്. മന്ത്രിയിലേക്ക് പോകുന്നതിന് മുമ്പ് വളരെ വേഗത്തിൽ ഈ ബജറ്റ്, ഇന്ന് അവതരിപ്പിച്ച ഈ ബജറ്റ്, അത് എങ്ങനെയാണ് ഇവർ ഓരോരുത്തരും ഏറ്റെടുക്കുന്നതെന്ന് വളരെ വേഗത്തിൽ, വളരെ ക്യുക്കായി എന്ന് നോക്കി വരാം. ശ്രീ ജി വിജയരാഘവൻ, ധനകാര്യമന്ത്രി പറഞ്ഞ 3 സാഹചര്യങ്ങളുണ്ട്. ഒന്ന്, കേന്ദ്രം സൃഷ്ടിക്കുന്ന ധനപ്രതിസന്ധിയുടേതായ സംസ്ഥാനത്തിൻ്റെ അവസ്ഥ, ആഗോള സാമ്പത്തിക മാന്ദ്യത്തിൻ്റെ ഒരു പശ്ചാത്തലം, അതുപോലെ തന്നെ എന്നാൽ കേരളം പുതിയ കാലത്തിലേക്ക് നമ്മുടെ ഏറ്റെടുത്തിരിക്കുന്ന വികസന പ്രവർത്തനങ്ങൾ, ആ മൊമെൻറ്റം കീപ്പ് ചെയ്ത് തന്നെ മുന്നോട്ട് പോവുകയും വേണം. ഈ 3 അവസ്ഥകളിൽ നിന്നുകൊണ്ട് ഇന്ന് ധനകാര്യമന്ത്രി അവതരിപ്പിച്ച ബജറ്റ് എങ്ങനെയുണ്ട്? ചുരുക്കി ആമുഖമായി താങ്കളുടെ ഈ ബഡ്ജറ്റിൽ കാണുന്ന ഒരു വലിയൊരു പോളിസി ചേഞ്ച് ഉണ്ട്. ഒരു പോളിസി ചേഞ്ച് എന്ന് ഉദാഹരണത്തിന് ഹയർ എഡ്യൂക്കേഷൻ രംഗത്ത് പ്രൈവറ്റ് യൂണിവേഴ്സിറ്റീസ്, ആ ഒരു ചേഞ്ച് പറയുന്നു. അതുപോലെ തന്നെ ഒരു നേരത്തെ പല ബഡ്ജറ്റിലും പറഞ്ഞിട്ടുള്ളതാണ് കെയർ ഫോർ ദി ഏജ്ഡ്, അതിനൊരു ചില ഇത് പറയുന്നുണ്ട്. ഇതിൽ കാണുന്ന ഒരു വലിയൊരു പ്രോബ്ലം എന്ന് പറയുന്നത് ഈ പോളിസിയും ഡയറക്ഷനും ഇസ് റൈറ്റ്, പക്ഷേ അതിനുള്ള വരുമാനം നമുക്ക് ഉണ്ടോ എവിടെ എന്നുള്ളൊരു ക്വസ്റ്റ്യൻ. കാരണം നമ്മുടെ കഴിഞ്ഞ വർഷത്തെ ബഡ്ജറ്റിൻ്റെ അകത്ത് വന്ന ആ തീരുമാനങ്ങൾ ഏത് ലെവലിൽ എത്തിയെന്നുള്ള ഒരു ഇത് പറഞ്ഞിട്ടില്ല. അദ്ദേഹത്തിൻ്റെ ആദ്യത്തെ ബഡ്ജറ്റ് കഴിഞ്ഞിട്ട് ഇവിടെ നമ്മൾ ഇരുന്നപ്പോഴത്തേക്ക് ഞാൻ ചോദിച്ച ഒരു കാര്യമാണ്, ഒരു സ്റ്റേറ്റ്മെൻറ്റ് പ്രിപ്പയർ ചെയ്യുക. ബഡ്ജറ്റ് തുടങ്ങുന്നതിന് മുമ്പ് ഒരു സ്റ്റേറ്റ്മെൻറ്റ്, ഇന്ന കാര്യങ്ങൾ കഴിഞ്ഞവണ്ണം പറഞ്ഞു, അതിൽ ഇത്ര ശതമാനമായി, ഇന്ന കാര്യങ്ങൾ ചെയ്ത് കഴിഞ്ഞു പറയുമ്പോൾ ആ ബഡ്ജറ്റ് സ്പീച്ചിൻ്റെ ക്രെഡിബിലിറ്റി കോസം. അപ്പോൾ അങ്ങനെ ഒരു ഇത് വന്നിട്ടില്ല. ഒന്ന് പിന്നീടുള്ള നമ്മൾ നോക്കുകയാണെങ്കിൽ ഒരു ഗവൺമെൻറ്റിൻ്റെ പരിമിതിക്കുള്ളിൽ ഉള്ള കാര്യങ്ങൾ പറയുന്നു. പിന്നെ വേറൊരു വലിയ പോസിറ്റീവ് ഞാൻ കാണുന്നത് വിഴിഞ്ഞത്തിന് ഒരു മേജർ ഇതായി. കാരണം ആ ഒരു ചേഞ്ച് ഇൻ ആറ്റിറ്റ്യൂഡ് ടു വിഴിഞ്ഞം ഇറ്റ് സെൽഫ് ഇസ് എ ബിഗ് തിങ്. രണ്ടാമത് വിഴിഞ്ഞം ഒരു കേരളത്തിൻ്റെ ഒരു ടോട്ടൽ ഗെയിം ചേഞ്ചർ ആണെന്നുള്ള ഒരു അക്സെപ്റ്റൻസ് വന്നിട്ട് അതിൻ്റെ പുറത്ത് കാര്യങ്ങൾ ചെയ്യാന്ന് പറഞ്ഞാൽ ഇറ്റ്സ് എ ബിഗ് ചേഞ്ച്. കാരണം അത് ഞങ്ങളൊക്കെ പണ്ടേ പറഞ്ഞുകൊണ്ടിരുന്നതാണ്, ഭയങ്കരമായിട്ട് അതിൻ്റെ ഒരു സപ്പോർട്ട് ചെയ്ത് പോയൊരിതാണ്. അപ്പോൾ അത് ഡെഫിനറ്റ്ലി ഒരു പോസിറ്റീവ് ചേഞ്ച് ആയിട്ട് കാണുന്നു. പക്ഷേ വിഴിഞ്ഞത്തിന് ചുറ്റും നമ്മൾ ആ ഒരു പറഞ്ഞ ഡെവലപ്മെൻറ്റ് സോണിൻ്റെ കാര്യം നല്ലൊരു കാര്യമാണ്. നമുക്ക് അതിൻ്റെ ഡീറ്റെയിൽസിലേക്ക് വരാം. ടോട്ടൽ ഒരു പോസിറ്റീവ് അപ്രോച്ച് അല്ലെങ്കിൽ ഒരു പോസിറ്റിവിറ്റി കാണുന്നു എന്നാണോ? സ്പീച്ച് ഹാസ് പോസിറ്റിവിറ്റി ഇൻ ഇറ്റ്. പക്ഷേ കഴിഞ്ഞ വർഷത്തെ ഇംപ്ലിമെൻറ്റേഷനും അങ്ങോട്ടേക്കുള്ള ഇംപ്ലിമെൻറ്റേഷൻ കാണുമ്പോഴത്തേക്ക് ഒരു വിധത്തിലൊരു ഡാർക്കാണ്. യു ഡോണ്ട് നോ വാട്ട്സ് ഗോയിങ് ടു ഹാപ്പൻ. ഒരേ സമയം പോസിറ്റീവാണ്, അതേസമയം ഡാർക്കുമാണ്. സ്പീച്ച് പോസിറ്റീവാണ്. സ്പീച്ച് എന്ന് പറയുന്നത് വരാൻ പോകുന്ന ഒരു കാലത്തിൻ്റെ ബജറ്റാണ്. സ്പീച്ച് പോസിറ്റീവാണ്, പക്ഷേ ഓൺ ഇറ്റ്സ് ഇംപ്ലിമെൻറ്റേഷൻ വെദർ വിൽ ബി ഏബിൾ ടു ഡു ഇറ്റ് ഓർ നോട്ട്. ഡോക്ടർ ജമീല, അതിൽ താങ്കളുടെ തന്നെ മേഖലയെക്കുറിച്ച്, ഹെൽത്ത് ഈ ബജറ്റിൽ എങ്ങനെ? ഇങ്ങനെയുള്ള ഒരു സാഹചര്യത്തിൽ എനിക്ക് തോന്നുന്നത് ഏറ്റവും നല്ലൊരു ബഡ്ജറ്റ് തന്നെയാണ് അവതരിപ്പിച്ചിരിക്കുന്നത്. കാരണം നമ്മുടെ വെല്ലുവിളികളെ നേരിടാനും അതുപോലെ തന്നെ എല്ലാവരും ഇൻക്ലൂസീവായിട്ടുള്ള ഒരു വികസനത്തിനും ഉള്ള ഒരു കാഴ്ചപ്പാടുള്ള ഒരു ബഡ്ജറ്റാണെന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പോൾ ഹെൽത്തിനെ സംബന്ധിച്ച് നമുക്കറിയാം ഒരുപാട് ചലഞ്ചസ് ഉണ്ട്. കേരളമാണ് ഏറ്റവും മുന്നിൽ നിൽക്കുന്ന സംസ്ഥാനം ഇന്ത്യയിൽ ഹെൽത്തിൻ്റെ കാര്യത്തിൽ. എല്ലാ ഇൻഡിസസ് നോക്കിയാലും കേരളം മുന്നിൽ തന്നെയാണ്. എങ്കിൽ പോലും നമ്മുടെ ഒരു ജനസംഖ്യ ഘടനയുടെ ഒരു പ്രത്യേകത കൊണ്ടും അതുപോലെ തന്നെ നമ്മുടെ ജീവിതശൈലി രോഗങ്ങളുടെ ആധിക്യം കൊണ്ടുമൊക്കെ നമ്മൾ ഒരുപാട് വെല്ലുവിളികൾ നേരിടുന്നുണ്ട്. അപ്പം അതിനെയൊക്കെ അഡ്രസ്സ് ചെയ്യാൻ വേണ്ടിയിട്ട് ഈ ബഡ്ജറ്റിൽ
തുക വക കൊള്ളിച്ചിട്ടുണ്ടെന്നുള്ളത് വളരെ ഒരു സാധാരണമാണ്. ചില പുതിയ പദ്ധതികളും ഇതിനകത്ത് പുതുതായിട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട്. ആ നിലയിൽ ആരോഗ്യരംഗത്തെ സമീപിച്ചിരിക്കുന്ന വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ട് ഡോക്ടർക്ക് തോന്നുകയാണ്. തീർച്ചയായിട്ടും. കാരണം നമുക്ക് ഒരു വലിയ ഗെയിം ചേഞ്ചർ എന്ന് പറയുന്നത് ആർദ്ര മിഷൻ തന്നെയായിരുന്നു. ഇപ്പൊ കഴിഞ്ഞ ഗവൺമെന്റ് കാലത്താണ് ഈ ആർദ്ര മിഷൻ കൊണ്ടുവന്നപ്പോൾ കേരളത്തിലെ മുഴുവൻ ആരോഗ്യ കേന്ദ്രങ്ങളുടെയും പശ്ചാത്തല സൗകര്യങ്ങൾ വികസിപ്പിച്ചു, ഹ്യൂമൻ റിസോഴ്സസ് കൂടി, അങ്ങനെ വലിയൊരു നമുക്ക് ക്വാളിറ്റി സേവനം നൽകാൻ പറ്റുന്ന ഒരു സാഹചര്യം കേരളത്തിലുണ്ട്. അപ്പോൾ അതിനുവേണ്ടി തുക ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അത് മുന്നോട്ട് പോകും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല. അപ്പോൾ അങ്ങനെ ഒരു നല്ല കാര്യമാണ് ഈ ബഡ്ജറ്റുമായിട്ട് എനിക്ക് ഒരു പോസിറ്റീവായിട്ടാണ് തോന്നുന്നത്. സ്പീച്ച് മാത്രമല്ല, ഇംപ്ലിമെന്റേഷന്റെ കാര്യത്തിലും ആരോഗ്യരംഗത്തെ സംബന്ധിച്ച് നോക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് അതിന്റെ വിശദാംശങ്ങളിലേക്ക് പിന്നാലെ മന്ത്രിയോട് തന്നെ ചോദിച്ചും അഭിപ്രായം പറഞ്ഞും വിമർശനങ്ങൾ ഉന്നയിച്ചും സംശയങ്ങൾ ഉന്നയിച്ചും ഒക്കെ നമുക്ക് സംസാരിക്കാം. ഇവർക്ക് സംസാരിക്കാനുള്ള ഒരു അവസരത്തിലേക്കാണ് നമ്മൾ പോകുന്നത്. അതിന് മുമ്പാണ് ഒരു പ്രാഥമികമായി ഇവരുടെ മനസ്സിൽ ഈ ബജറ്റ് എങ്ങനെയുണ്ട് എന്നറിയാനുള്ളൊരു ആകാംക്ഷ സ്വാഭാവികമാണ്. ബജറ്റ് കഴിയുമ്പോൾ നമ്മുടെ ഉള്ളിലത്തെ ഒരു പ്രധാന ചോദ്യം അതാണ്, ബജറ്റ് എങ്ങനെയുണ്ട് എന്ന ചോദ്യം. ഡോക്ടർ ഗോവിന്ദൻ, വ്യാപാര വാണിജ്യ മേഖലയെ സംബന്ധിച്ച്, പ്രത്യേകിച്ച് നിങ്ങൾ ജ്വല്ലറികളെ സംബന്ധിച്ച് ഒക്കെ ഉള്ള ആ മേഖലയുമായി ബന്ധപ്പെട്ട താങ്കളുടെ ഒരു കാഴ്ചപ്പാട് എങ്ങനെയുണ്ട് ബജറ്റിനെ അപ്രോച്ച് ചെയ്യുമ്പോൾ? മൊത്തത്തിൽ ഈ ബഡ്ജറ്റിനെ പറ്റി നല്ലൊരു അഭിപ്രായമാണ് എനിക്ക് പറയാനുള്ളത്. ആദ്യമായിട്ട് അതിൽ വളരെയധികം ഇടപെട്ട് ചെയ്യാനുള്ള കാര്യങ്ങൾ ഉണ്ടോ ഇല്ലയോ എന്നല്ല, അതിനെ അനുകൂലിച്ചുള്ളൊരു നിലപാടാണ് ഗവൺമെൻറ് മന്ത്രി ശ്രീ ബാലവൻ എടുത്തത്. പ്രത്യേകിച്ച് സ്വർണ്ണ മേഖലയിൽ വാറ്റ് സംബന്ധിച്ചുള്ള പഴയ കേസിൻ്റെ അതിൻ്റെ കുടിശ്ശിക സംബന്ധിച്ചൊരു പുതിയ ആംനസ്റ്റി സ്കീം പ്രഖ്യാപിച്ചു. ആ പിഴയും പലിശയും അത് വേണ്ടാന്ന് വെച്ചു. അത് സ്വർണ്ണ മേഖലയെ സംബന്ധിച്ച് ഏറ്റവും നല്ല ഒരു അക്സെപ്റ്റബിൾ ആയിട്ടുള്ള ഒരു ഓർഡറായിട്ടാണ് വ്യാപാര മേഖല കാണുന്നത്. അതിന് വ്യാപാര മേഖല, നമ്മുടെ സ്വർണ്ണ മേഖല ഏറ്റവും കൂടുതൽ വ്യാപാര സംഘടനകളെ കൂടുതൽ എപ്പോഴും ഓർത്തിരിക്കുന്ന ഒരു പോയിന്റാണ് അതിലുള്ളത്, എനിക്ക് പറയാനുള്ളത്. യെസ്, അപ്പോൾ ഒരു സമാധാനത്തോടെയും സന്തോഷത്തോടെയാണ് ഇരിക്കുന്നത്. വേറെ ഒന്നുകൊണ്ട് ചെറിയ ചില്ലറ കാര്യങ്ങളുണ്ട്, അത് നമ്മൾ റിക്വസ്റ്റ് കൊടുത്തിട്ടുണ്ട്, അതും അനുകൂലമായ ആർഡർ വരും എന്നാണ് നമ്മുടെയൊക്കെ എക്സ്പെക്ടേഷൻ. ഏതായാലും മന്ത്രിയോട് തന്നെ അക്കാര്യങ്ങൾ സംസാരിക്കാനുള്ള ഒരു സാഹചര്യം കൂടിയാണിത്. ഇവിടെ ഡോക്ടർ സജി ഗോപിനാഥ്, ഞാൻ ഇന്ന് അദ്ദേഹത്തിൻ്റെ സ്പീച്ച് കേട്ടപ്പോൾ നമ്മുടെ ഡിജിറ്റൽ സർവകലാശാലയെക്കുറിച്ച് വളരെ നമുക്കൊക്കെ സന്തോഷം തോന്നുന്ന, അഭിമാനം തോന്നുന്ന നിലയിലുള്ള, നേരത്തെ പറഞ്ഞ വളരെ പോസിറ്റിവിറ്റിയുള്ള പ്രസംഗത്തിൽ ഇടം പിടിച്ചിരുന്നു. രാജ്യത്ത് തന്നെ ആദ്യത്തെ ഡിജിറ്റൽ സർവകലാശാല, അതിന് പ്രാദേശിക കേന്ദ്രങ്ങൾ വരുന്നു, അതിലൂടെ ഹയർ എഡ്യൂക്കേഷൻ, പുതിയ മേഖലകൾ, അതിനെക്കുറിച്ചുള്ളൊരു സമീപനം എന്താണ്? ഈ പറഞ്ഞ സർവകലാശാലയുടെ ഒരു വൈസ് ചാൻസലർ കൂടിയാണ്, നേരത്തെ സ്റ്റാർട്ടപ്പ് മിഷൻ്റെ ചുമതലയിലുണ്ടായിരുന്നയാളാണ്. ഈ ബജറ്റിൻ്റെ ഒരു സമീപനം പുതിയ കാലത്തിലേക്ക് എങ്ങനെയാണ്? ഇല്ല, ബഹുമാനപ്പെട്ട ധനകാര്യമന്ത്രി തുടക്കത്തിൽ തന്നെ പറഞ്ഞു നമ്മളൊരു സൺറൈസ് ബജറ്റാണെങ്കിൽ സൂര്യോദയ സമ്പദ്ഘടനയിലേക്ക് പോകുന്നു എന്നുള്ളതാണ്. കഴിഞ്ഞ 3 ബജറ്റിൽ വളരെ സ്ട്രെസ് ചെയ്തതാണ് നോളജ് എക്കോണമി എന്ന് പറഞ്ഞത്, അല്ലെങ്കിൽ വിജ്ഞാന സമ്പദ് വ്യവസ്ഥ എന്നുള്ളതിൻ്റെ അതിനുവേണ്ടി ഒരുപാട് കാര്യങ്ങൾ കഴിഞ്ഞ ബജറ്റുകൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതിൽ പലതും ഇംപ്ലിമെൻറ്റ് ചെയ്യപ്പെടുന്നുണ്ട്. അതിൻ്റെ ഒരു തുടർച്ചയായിട്ടാണ് എനിക്ക് തോന്നുന്നു ഉന്നത വിദ്യാഭ്യാസ മേഖലയിൽ അടുത്ത തലത്തിലുള്ള മാറ്റങ്ങളെക്കുറിച്ച് പറഞ്ഞിട്ടുള്ളത്. ഒരുപക്ഷെ ഏറ്റവും കൂടുതൽ മാറ്റങ്ങൾ പറഞ്ഞിട്ടുള്ളതും ഉന്നത വിദ്യാഭ്യാസ മേഖലയിലാണ്. ഫോറിൻ യൂണിവേഴ്സിറ്റീസിന് അക്സെപ്റ്റൻസ് ഉണ്ടാവുന്നു, പ്രൈവറ്റ് യൂണിവേഴ്സിറ്റീസിൽ വരാം. കാരണം സ്റ്റഡി ഇൻ കേരള എന്ന് പറയുന്ന ഒരു കൺസെപ്റ്റിലേക്ക് നമുക്ക് കൊണ്ടുവരണം. അതായത് കേരളത്തിലേക്ക് ആൾക്കാർ പലയിടത്തു നിന്ന് വരണം. ഉന്നത വിദ്യാഭ്യാസം ഈ കാലത്ത് ഏറ്റവും അധികം ചർച്ച ചെയ്യുന്നത് ഇവിടെ നിന്നും കുട്ടികൾ പുറത്തേക്ക് പോകുന്ന ഒരു പ്രശ്നമാണല്ലോ ചർച്ച ചെയ്യുന്നത്. നമ്മുടെ പശ്ചാത്തല സൗകര്യങ്ങൾ നോക്കുകയാണെങ്കിൽ എനിക്ക് തോന്നുന്നു സ്റ്റഡി ഇൻ കേരള എന്നുള്ളത് വളരെ നമുക്ക് സ്ട്രോങ് ആയിട്ട് ചെയ്യാൻ പറ്റുന്ന കാര്യമാണ്. അതിനുള്ളൊരു നയമാണ് ഈ ബജറ്റിൽ പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ അത് എത്ര പെട്ടെന്ന് നമുക്ക് ഇംപ്ലിമെൻറ്റ് ചെയ്യാൻ കഴിയുമോ അതായിരിക്കണം എനിക്ക് തോന്നുന്നു ഏറ്റവും കൂടുതൽ ഇതിൽ സ്ട്രെസ് ചെയ്യാൻ പറ്റുന്നൊരു കാര്യം. കാരണം നമുക്കറിയാവുന്ന പോലെ നമ്മുടെ പശ്ചാത്തല സൗകര്യങ്ങൾ കൊണ്ടാണ് ലോകത്തെ മാനവശേഷിയെ തന്നെ കേരളത്തിൽ നല്ലൊരു കോൺട്രിബ്യൂഷൻ നടത്താൻ പറ്റിയിട്ടുണ്ട്. അങ്ങനെ പലയിടത്തും വർക്ക് ചെയ്യുന്ന പലരെയും, പ്രത്യേകിച്ച് ഈ വിജ്ഞാന മേഖലയിൽ വർക്ക് ചെയ്യുന്നവരെയും തിരിച്ചു കൊണ്ടുവരിക, അവരുടെ ടാലൻറ്റ് നമുക്ക് കൊണ്ടുവരിക എന്നുള്ളൊരു കൺസെപ്റ്റും കൂടി ഈ ബജറ്റ് മുമ്പോട്ട് വയ്ക്കുന്നുണ്ട്. അത് പ്രാവർത്തികമാക്കാൻ കഴിയുകയാണെങ്കിൽ വലിയൊരു മാറ്റം നമുക്ക് ഇവിടെ കൊണ്ടുവരാൻ കഴിയും. അത് സാമ്പത്തികമായിട്ടും കൊണ്ടുവരാൻ കഴിയും. കാരണം നോളജ് ഇൻഡസ്ട്രീസ് എന്ന് പറയുന്നത് കേരളത്തിന് ഏറ്റവും അനുകൂലമായ ഒരു കാര്യമാണ്. അതിനുള്ള ഇൻഫ്രാസ്ട്രക്ചർ നമ്മളിവിടെ ക്രിയേറ്റ് ചെയ്തുകൊണ്ടേയിരിക്കും. അത് കഴിഞ്ഞ ബജറ്റിൽ നിന്ന് ഈ ബജറ്റിലേക്കുള്ളൊരു സഞ്ചാരമുണ്ട്. നേരത്തെ പറഞ്ഞ ഇംപ്ലിമെൻറ്റേഷൻ പാർട്ട്, ഹയർ എഡ്യൂക്കേഷനുമായി ബന്ധപ്പെട്ട്, ഡിജിറ്റൽ യൂണിവേഴ്സിറ്റിയുമായി ബന്ധപ്പെട്ടൊക്കെ കഴിഞ്ഞ ബജറ്റിൽ ഉൾക്കൊള്ളിച്ചിരുന്നത്, അത് പൂർത്തീകരിച്ചത്, അതിൽ നിന്ന് അടുത്ത ബജറ്റിലേക്കുള്ള ഈ സഞ്ചാരം അതെങ്ങനെയുണ്ട്? അത് ഡിജിറ്റൽ യൂണിവേഴ്സിറ്റിയാണ് ഡിജിറ്റൽ സയൻസ് പാർക്ക് കഴിഞ്ഞ ഏപ്രിലിൽ ബഹുമാനപ്പെട്ട പ്രധാനമന്ത്രി തറക്കല്ലിട്ട് തുടങ്ങിയത്. പക്ഷേ ഞങ്ങളത് നമുക്കറിയാവുന്ന പോലെ ഒരു പാർക്ക് ഫുൾ ഫ്ലെജ്ഡ് ആവണമെങ്കിൽ 2-3 കൊല്ലം എടുക്കും. പക്ഷെ അത്രയും വെയിറ്റ് ചെയ്യാതെ തന്നെ
തുടക്കം കുറിക്കുകയുണ്ടായി. അപ്പോൾ അങ്ങനെ ഒരു തുടക്കം കുറിച്ചപ്പോൾ തന്നെ നമുക്ക് ഇൻ്റർനാഷണൽ ആയിട്ടുള്ള കമ്പനികളിൽ നിന്നെല്ലാം ഉള്ള ഇൻട്രസ്റ്റ് വന്നിട്ടുണ്ട്. അപ്പോൾ ഇത് പലതും നമുക്ക് അത് വളരെ ലോങ് ടേം വേണമെന്നില്ല. ചെറിയ രീതിയിലുള്ള സ്റ്റാർട്ടിങ് പാരലായിട്ട് തന്നെ ചെയ്യുകയാണെങ്കിൽ ഒരു പോസിറ്റീവായിട്ട് ഇതിനെ നമുക്ക് ഇംപ്ലിമെൻറ്റ് ചെയ്യാൻ കഴിയും. എങ്ങനെയുണ്ട് ശ്രീ ജോർജ് ജോസഫ് ഈ ബജറ്റിൻ്റെ ഒരു അന്തരീക്ഷം കാലം വളരെ പ്രധാനപ്പെട്ടതാണ്. ഈ ബഡ്ജറ്റ് ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ പ്രായോഗികതയിൽ ഊന്നി നിൽക്കുന്ന ഒരു ബഡ്ജറ്റായിട്ടാണ് എനിക്ക് വെല്ലുവിളികളെ അഭിമുഖീകരിക്കുന്ന ബജറ്റാണ് അഭിമുഖീകരിക്കുന്നത്. അതേസമയത്ത് വലിയ പ്രഖ്യാപനങ്ങളും ഇപ്പോൾ ഈ പത്രസമ്മേളനത്തിൽ തന്നെ അദ്ദേഹം പറയുകയുണ്ടായി, പറയുന്ന കാര്യങ്ങൾ നടപ്പാക്കാൻ കഴിയുന്ന കാര്യങ്ങളാണ് പറയുന്ന കാര്യങ്ങൾ നടപ്പാക്കുന്ന ഒരു സമീപനം. അതുകൊണ്ട് വലിയൊരു പ്രഖ്യാപനങ്ങളോ അങ്ങനെയുള്ളൊരു കാര്യമൊന്നുമില്ല. താരതമ്യേന ഒരു എന്താ പറയുക ഒരു മോഡറേറ്റ് എന്നുള്ള രീതിയിൽ പോകുന്ന ഒരു കാര്യങ്ങളാണ്. പിന്നെ എല്ലാവരും നോക്കുന്ന ഒരു കാര്യം അതിനുവേണ്ടി പണം കണ്ടെത്താൻ ധനകാര്യമന്ത്രിക്ക് കഴിയുന്നുണ്ടോ എന്നുള്ളതാണ്. അതുണ്ട്. അതിനകത്ത് ഒരു പ്രത്യേക സാഹചര്യം നേരത്തെ ശരത്ത് ചൂണ്ടിക്കാണിച്ചപ്പോൾ ഒരു പ്രധാനപ്പെട്ട കാര്യം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് ഒരു പ്രത്യേക സാഹചര്യത്തിൽ അവതരിപ്പിക്കപ്പെടുകയാണ്. അപ്പോൾ കേന്ദ്രത്തിൻ്റെ അവഗണനയുണ്ട്. സംസ്ഥാനത്തെ സംബന്ധിച്ചിടത്തോളം വരുമാനം ഉയർത്തുന്നതിന് പരിമിതികളുണ്ട്. മാസ് ടാക്സേഷനിലേക്ക് അങ്ങനെയുള്ള രീതിയിലേക്ക് പോകാൻ കഴിയാത്തൊരു സ്ഥിതിവിശേഷമുണ്ട്. അപ്പോൾ ഗവൺമെൻറ് മുമ്പോട്ട് വെച്ചിരിക്കുന്ന ഒരു ആശയം പ്ലാൻ ബി എന്ന് പറയുന്നത്. ഈ പ്ലാൻ ബി എന്താണെന്ന് നമുക്ക് അറിയില്ല. എങ്കിലും ഒരു പ്ലാൻ ബിയെ കുറിച്ച് ഒരാളുടെ മനസ്സിൽ അല്ലെങ്കിൽ ഒരു ഗവൺമെൻറ് മനസ്സിൽ ഒരു ധാരണയുണ്ട് എന്ന് പറയുന്നത് പബ്ലിക്കിൻ്റെ ഇടയിൽ ഒരു കോൺഫിഡൻസ് ക്രിയേറ്റ് ചെയ്യുന്നുണ്ട്. അതിൻ്റെ ഭാഗമായിട്ട് അദ്ദേഹം ഒരു കാര്യം കൂടെ പറയുന്നുണ്ട്. അടുത്ത 3 വർഷത്തിനിടയിൽ നമ്മുടെ നികുതി വരുമാനം ഇരട്ടിയാക്കി ഉയർത്തും. അപ്പോൾ ആ ഇരട്ടിയാക്കി ഉയർത്തും എന്ന് പറയുമ്പോൾ അങ്ങനെ അത് പറഞ്ഞു പോകാൻ പറ്റുന്നൊരു കാര്യമല്ല. കാരണം കേരളം മുമ്പോട്ട് പോകേണ്ടതുണ്ട്. കേരളത്തെ സംബന്ധിച്ചിടത്തോളം ഈ പ്രതികൂല സാഹചര്യങ്ങൾ മറികടക്കേണ്ടതുണ്ട്. അതിനകത്ത് ഇവിടെ വളരെ പ്രധാനപ്പെട്ട കാര്യം അല്ല മാത്രമല്ല അടുത്ത 3 വർഷം കൊണ്ട് 3 ലക്ഷം കോടിയുടെ വികസനം എന്ന് പറയുന്ന ഒരു ഫോക്കസ് അതിനകത്ത് അദ്ദേഹം പറഞ്ഞു. 3 ലക്ഷം കോടി രൂപയുടെ വികസനം സാധ്യമാകും. ആ സാധ്യമാകും എന്ന് പറയുന്നത് ഇതിനകത്ത് ഏറ്റവും വലിയ ഒരു കാര്യം എന്ന് പറയുന്നത് ഫസ്റ്റ് പ്രസംഗത്തിൻ്റെ ഒരു നല്ലൊരു ഭാഗം അദ്ദേഹം വിനിയോഗിച്ചിരിക്കുന്നത് വിഴിഞ്ഞം പദ്ധതിക്ക് വേണ്ടിയാണ്. നേരത്തെ അദ്ദേഹം പറഞ്ഞു, ജയരാജ് സാർ പറഞ്ഞു. വിഴിഞ്ഞം പദ്ധതി എന്ന് പറയുന്നത് തീർച്ചയായിട്ടും ഒരു ഗെയിം ചേഞ്ചർ അപ്പോൾ അതൊക്കെ നമുക്ക് വരാം. എത്ര മാർക്ക് കൊടുക്കും 10-ൽ? എൻ്റെ അഭിപ്രായത്തിൽ ഞാനൊരു 6 മാർക്ക് കൊടുക്കും. കാരണം ഒരു വലിയ പ്രഖ്യാപനങ്ങളോ അങ്ങനെ ചെയ്യും ഇങ്ങനെ ചെയ്യും ഒന്നും പറയാതെ തന്നെ ഇതിനകത്തൊരു പ്രത്യേകത കൂടിയുണ്ട്. ആ പ്രത്യേകത എന്താ വെച്ചാൽ ഷോർട്ട് റണ്ണിലെ ഇഷ്യൂസും ബഡ്ജറ്റ് അഡ്രസ്സ് ചെയ്യുന്നുണ്ട്. ലോങ് ടേമിലേക്കുള്ളൊരു പെർസ്പെക്റ്റീവ് വെക്കുമ്പോൾ തന്നെ ഷോർട്ട് റൺ ഇഷ്യൂസും അത് അഡ്രസ്സ് ചെയ്യുന്നുണ്ട്. ഗായത്രി, 10-ൽ 6 എന്ന് പറയുന്നത് ഈ കാലത്തൊരു നല്ല മാർക്കാണോ? 1. 2 തദ്ദേശമുണ്ട്. അതുപോലെ തന്നെ ഹയർ എഡ്യൂക്കേഷൻ നേരത്തെ ഡോക്ടർ സജി സൂചിപ്പിച്ചുവെങ്കിൽ പോലും ഹയർ എഡ്യൂക്കേഷൻ താല്പര്യമുള്ള ഒരാൾ കൂടിയാണ്. സ്ത്രീ എന്ന പരിഗണന, സ്ത്രീ സൗഹൃദം എത്രമാത്രം ഇതിൽ പരിസ്ഥിതി എൻവയോൺമെൻറ്റ് ബജറ്റ് നേരത്തെ മന്ത്രി പറഞ്ഞ് നമ്മൾ കേട്ടല്ലോ. അങ്ങനെ ഓരോ മേഖലകളിലേക്ക് പോകുമ്പോൾ ഈ ബജറ്റ് എങ്ങനെ സ്വാധീനിച്ചു മാർക്കും? അപ്പോൾ ഗായത്രി, നമുക്ക് ഗായത്രിയിൽ നിന്ന് പുനരാരംഭിക്കാം. നമ്മുടെ ഈ പരിപാടിയിലേക്ക് മന്ത്രി ശ്രീ KN ബാലഗോപാൽ എത്തുകയാണ്. അദ്ദേഹം ബജറ്റ് അവതരണം, അതിനുശേഷം വളരെ ദീർഘമായൊരു വാർത്താ സമ്മേളനം, മാധ്യമപ്രവർത്തകരുടെ ചോദ്യങ്ങൾക്കെല്ലാം ഈ ബജറ്റുമായി ബന്ധപ്പെടുത്തി അദ്ദേഹം നൽകിയ വിശദീകരണങ്ങൾ, ഇതിനെല്ലാം ശേഷം അദ്ദേഹം നമ്മുടെ ഈ FM ON ട്രയലിലേക്ക് എത്തുകയാണ്. അത് ബജറ്റ് അവതരണത്തിന് ശേഷമുള്ള അദ്ദേഹത്തിൻ്റെ ആദ്യത്തെ പരിപാടി കൂടിയാണ്. ധനകാര്യമന്ത്രി എന്ന നിലയിൽ ബജറ്റിനെ ഇപ്പോൾ നമ്മളിവിടെ സംസാരിച്ചു വന്നതൊക്കെ ഓരോ മേഖലയുമായി ബന്ധപ്പെട്ട് നമ്മൾ ഈ ബജറ്റിനെ ഇങ്ങനെ സാവകാശം സമീപിച്ച് അതിൻ്റെ ഒരു സമീപനത്തിൻ്റെ പ്രത്യേകത എന്താണ്, ഏതൊക്കെ തരത്തിലുള്ള വെല്ലുവിളികളും പ്രശ്നങ്ങളും അഭിമുഖീകരിക്കുന്ന കാലത്താണ് ധനകാര്യമന്ത്രി ബജറ്റ് അവതരിപ്പിച്ചത് എന്നതൊക്കെ സംസാരിച്ചു വരുന്ന ഘട്ടത്തിൽ കേരളത്തിൻ്റെ ബഹുമാന്യനായിട്ടുള്ള ധനകാര്യമന്ത്രി ശ്രീ KN ബാലഗോപാൽ FM ON ട്രയലിലേക്ക് എത്തുകയാണ്. കൂടുതൽ വിശേഷണങ്ങളൊന്നുമില്ലാതെ അദ്ദേഹത്തെ ഈ പരിപാടിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ആരെയും പരിചയപ്പെടുത്തേണ്ട കാര്യമില്ലല്ലോ, പ്ലീസ്. അപ്പോൾ ട്രയലിന് വിധേയനാകാൻ തയ്യാറായി നമ്മുടെ ധനകാര്യമന്ത്രി എത്തിക്കഴിഞ്ഞു. അപ്പോൾ ഞാനിതാ ഇവരോടെല്ലാം പ്രാഥമികമായി ബഡ്ജറ്റ് എങ്ങനെയുണ്ടെന്ന ചോദ്യത്തിൽ സംസാരിച്ചു വരികയായിരുന്നു. അപ്പോൾ ഒരു നിമിഷം ഗായത്രി മാർക്കിടാൻ ഇരിപ്പുണ്ട് ബജറ്റിൽ. നേരത്തെ ജോർജ് ജോസഫ് 10-ൽ 6 മാർക്കാണ് ബജറ്റ് തന്നത്. ഈ കാലത്തെ വളരെ പ്രാക്ടിക്കലായി സമീപിച്ചു എന്നാണ് ഓരോരുത്തരും പറഞ്ഞതിൻ്റെ ഒരു സൂചനയൊക്കെ പറയാം. അപ്പോൾ ഗായത്രി വേഗം പൂർത്തിയാക്കിയുള്ളൂ. 10-ൽ 6 മാർക്ക് എന്നുള്ളത് എൻ്റെ അഭിപ്രായം അല്ല എന്ന് ആദ്യമേ പറഞ്ഞതുകൊണ്ട് താങ്ക് യു. അദ്ദേഹത്തിൻ്റെ മാർക്കാണ്. അതെ, അപ്പോൾ ആ മാർക്ക് എങ്ങനെയാണ് എന്ന് ചോദിച്ചാൽ അത് സബ്ജക്റ്റീവ് ആണല്ലോ. അദ്ദേഹത്തെ സംബന്ധിച്ച് അദ്ദേഹത്തിൻ്റെ അഭിപ്രായങ്ങൾ കേട്ടപ്പോൾ അത് വളരെ മികച്ച മാർക്കാണ് എന്ന് തന്നെയാണ് ഞാൻ കാണുന്നത്. ബഡ്ജറ്റിനെ സംബന്ധിച്ച് ഇപ്പോൾ സ്ത്രീകളുടെ വിഷയം ഇവിടെ ഉന്നയിച്ചു.
പൊതുവായി വയോജനങ്ങൾക്ക് പ്രത്യേക ശ്രദ്ധ സർക്കാർ ചെലുത്തുന്നുണ്ട് എന്ന് ഈ കാലഘട്ടത്തിലെല്ലാം തെളിയിച്ചതാണ്. കെയർ ഹോമിൻ്റെ കാര്യം ഇവിടെ പറയുമ്പോൾ അത്തരം സംഗതികൾ എങ്ങനെയാണ് ഇൻഡയറക്റ്റായി സ്ത്രീകളെ കൂടി സഹായിക്കുന്നതെന്ന് നമ്മൾ കാണണം. ഇവിടെ ഉന്നത വിദ്യാഭ്യാസത്തിൻ്റെ കാര്യം സൂചിപ്പിച്ചു. അത് പറയുമ്പോഴും ശാസ്ത്ര സാങ്കേതിക വിദ്യയിലെ പ്രത്യേകമായ പരാമർശവും എല്ലാം സ്ത്രീകളെ ഇൻഡയറക്റ്റായി അല്ലെങ്കിൽ ഡയറക്റ്റായി തന്നെ ബാധിക്കുന്ന കാര്യങ്ങളാണ്. കെയർ ഹോം ഉണ്ടാകുന്നത് സ്ത്രീകൾക്ക് കൂടുതൽ വേദികൾ ഒരുക്കാൻ അല്ലെങ്കിൽ കൂടുതൽ സമയം ലഭിക്കാൻ ഏറ്റവും പ്രധാനപ്പെട്ടതാണ്. എനിക്ക് തോന്നുന്നത് സ്ത്രീകൾ സ്വാതന്ത്ര്യത്തെക്കാൾ ഇപ്പോൾ ആഗ്രഹിക്കുന്നത് കുറച്ച് സമയം അതിലേക്ക് എത്തിപ്പെടാൻ വേണ്ടി ലഭിക്കണം എന്നതാണ്. അതിന് കെയർ ഹോം വലിയ ഒരു ആശയമാണ്. നല്ല ആശയമായി തന്നെ. ഏതായാലും എനിക്ക് തോന്നുന്നില്ല രഘുചന്ദ്രൻ നായർക്ക് സന്തോഷത്തിൽ എന്തെങ്കിലും ഒരു കുറവ് ബജറ്റ് നൽകുന്നുണ്ട്. നല്ല സന്തോഷത്തോടെ തന്നെ ഏറ്റെടുക്കാൻ ഒരു സാധ്യതയാണോ? ഞങ്ങൾ പറഞ്ഞ ഒരു അംനസ്റ്റി സ്കീമിൻ്റെ കാര്യം ഞങ്ങളൊരു സജഷൻ വച്ചിരുന്നു. അത് മൊത്തം അതിൽ ഉൾക്കൊണ്ടിട്ടുണ്ട്. ഇറ്റ്സ് കം ഔട്ട് വെൽ. പക്ഷേ ഞങ്ങളുടെ ഇതിൻ്റെ അകത്തുള്ള സംശയങ്ങൾ ഒത്തിരി ഉള്ളത്, ദ പാഷൻ ഓഫ് ദി മിനിസ്റ്റർ ഇസ് വെരി ഗുഡ്. കാര്യം 3 lakh crores 2.5 വർഷമുള്ള കാലാവധിയുള്ള ഗവൺമെൻറ്റാണ്. 2.5 വർഷം കാലാവധിയുള്ള ഗവൺമെൻറ് 3 lakh crores ഇൻവെസ്റ്റ്മെൻറ്റ്സാണ് പറയുന്നത്. ഇൻഡസ്ട്രിയിൽ മുടക്കുന്ന എമൗണ്ട് എന്ന് പറയുന്നത് നമ്മൾ ഇൻഡസ്ട്രിക്ക് അലോക്കേറ്റ് ചെയ്യാൻ 1800 crores ആണ്. 1800 crores മുടക്കിയിട്ട് 3 lakh crores ഒരു ഇൻവെസ്റ്റ്മെൻറ്റ്സ് വരും എന്നുള്ളതിന് അത് എനിക്കൊരു ഡൗട്ട് വരുന്ന ആ ഒരു ഡൗട്ടാണ്. പിന്നെ എവിടെയോ എനിക്ക് തോന്നുന്നു മിനിസ്റ്ററിന് പലപ്പോഴും എവിടെയോ ഒരു പേടിയുണ്ട്. ഫോർ എക്സാമ്പിൾ നമ്മൾ ജുഡീഷ്യലിൻ്റെ കാര്യം പറഞ്ഞു, ഒരു ജുഡീഷ്യൽ സെറ്റപ്പ് പറഞ്ഞു. ഏറ്റവും കൂടുതൽ പണം പോകുന്നത് കേരള സർക്കാരിൽ ഏറ്റവും കൂടുതൽ കേസ് നടക്കുന്ന കേരളത്തിൽ ഒരു സൈഡ് 80% to 90% കേസ് സർക്കാർ കേസാണ്. ആ കേസിന് പോകുന്ന ആൾക്കാർ തിരുവനന്തപുരത്തിനാണ് സെക്രട്ടേറിയറ്റിനും പലയിടത്തിലും പോയിട്ടാണ് കോടതിയിൽ പോയി കേസ് ഫൈറ്റ് ചെയ്യുന്നത്. ഒരു ഹൈക്കോടതി ബെഞ്ച് തിരുവനന്തപുരം വെച്ചാൽ 300 കോടി രൂപ കിട്ടും. അത് പറയാനായിട്ട് പേടിക്കുന്ന എന്തിനാണ് എനിക്ക് മനസ്സിലാകുന്നില്ല. തീർച്ചയായിട്ടും ഹൈക്കോടതി ബെഞ്ച് വെച്ചാൽ 300 കോടി രൂപ കിട്ടും. അത് ഒരു ഇൻകം അല്ലേ, അതിനെ പറ്റി ആലോചിച്ചൂടെ എന്നുള്ള ഒരു സൈഡ്. അപ്പോൾ ഇങ്ങനെയുള്ള ഒരു കാര്യങ്ങളൊക്കെ ഞങ്ങൾക്ക് ഇപ്പോഴും ഒരു ഡൗട്ടുള്ളത്. കാര്യം പലപ്പോഴും ഫിയറുണ്ട്. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ രജിസ്ട്രേഷൻ ചാർജ് കുറയ്ക്കണമെന്ന് പറഞ്ഞു. ഞങ്ങൾ പറയുന്നത് രജിസ്ട്രേഷൻ ചാർജ് കുറച്ചിരുന്നെങ്കിൽ സ്റ്റാമ്പ് ഡ്യൂട്ടി രജിസ്ട്രേഷൻ കുറച്ചാൽ തീർച്ചയായിട്ടും വരുമാനം കൂടും. ആൾക്കാർ ഈ വന്നിരിക്കുന്ന സാധനം കൺസീൽ ചെയ്ത് വെക്കുന്ന ഒരു ട്രാൻസാക്ഷൻസ് അവോയ്ഡ് ചെയ്തിട്ട് ഫുൾ ഓൺ ബോർഡ് വരും. അത് എനിക്ക് തോന്നുന്നു ഇതുവരെ അത് കഴിഞ്ഞ പ്രാവശ്യം മുതലേ പറയുന്നുണ്ട്, പക്ഷേ ഈ പ്രാവശ്യം അത് വന്നിട്ടില്ല. പിന്നെ ആ പവർ ഓഫ് അറ്റോർണി കഴിഞ്ഞ പ്രാവശ്യം മിനിസ്റ്റർ കൊണ്ടുവന്ന ഒരു സാധനമാണ്. ദെൻ പവർ ഓഫ് അറ്റോർണി ഫോർ ഡെവലപ്പേഴ്സ് ബൈ ദ ലാൻഡ് ഓണേഴ്സ് ഫോർ സെയിൽ നടത്താൻ. പക്ഷേ അതിൻ്റെ അകത്ത് ഒരു ടെക്നിക്കൽ ഫ്ലോർ കൊണ്ട് അത് ഇതുവരെ നടപ്പിലാക്കിയിട്ടില്ല. അതിന് വരുമാനം സ്റ്റക്കായി കിടക്കുക. ഏതായാലും ഗായത്രിയും രഘുചന്ദ്രൻ നായരും പറഞ്ഞത് താങ്കൾ മിനിസ്റ്റർ നേരിട്ട് കേട്ടിട്ടുണ്ട്. ശ്രീ വിജയരാഘവൻ നേരത്തെ സൂചിപ്പിച്ചൊരു കാര്യം വളരെ പോസിറ്റിവിറ്റി നിറഞ്ഞ ഒരു ബജറ്റ് സ്പീച്ചായിരുന്നു. പക്ഷേ അതിൻ്റെ ഒരു മറുഭാഗത്തൊരു ചെറിയ ഐറ്റം കിടപ്പുണ്ട്. കഴിഞ്ഞ ബജറ്റിൽ നിന്നുള്ളൊരു എക്സിക്യൂഷൻ പാർട്ടിലേക്ക് വരുമ്പോൾ അത്ര വലിയ പെർഫോമൻസ് ഇല്ല എന്നുള്ളതാണ്. ഡോക്ടർ ജമീലയാണെങ്കിൽ മെഡിക്കൽ രംഗത്തിന് നൽകിയിട്ടുള്ള ഒരു വലിയ പരിഗണന അത് വളരെ എക്സൈറ്റിംഗ് ആയിട്ടുള്ളൊരു പുതിയ കാലത്തിൻ്റേതാണ് എന്ന് പറഞ്ഞു. അതുപോലെ തന്നെ വളരെ പ്രാക്ടിക്കലാണ് എന്ന് പറഞ്ഞു. സ്വർണ്ണ മേഖല അടക്കം ഉള്ള വ്യാപാരികളുടെ മേഖലയുടെ ഒരു സന്തോഷം നേരത്തെ ഡോക്ടർ ഗോവിന്ദൻ സൂചിപ്പിച്ചു. ശ്രീ സജി ഗോപിനാഥ് ഹയർ എഡ്യൂക്കേഷൻ കഴിഞ്ഞ ബജറ്റിൽ അടക്കമുണ്ടായിരുന്നൊരു സർക്കാരിൻ്റെ ഒരു നയത്തിൻ്റെ ഒരു ഗ്രോത്ത് ഓരോ ബജറ്റ് കഴിയുമ്പോഴും ലഭിക്കുന്നുണ്ട് എന്ന സന്തോഷം പറഞ്ഞു. ഇങ്ങനെയാണ് ഇത്രയും നേരം കാര്യങ്ങൾ മുന്നോട്ട് പോയത്. അപ്പോൾ ഇത് കേട്ടിട്ട് ഈ പറഞ്ഞ വിമർശനങ്ങളുണ്ട്. ഒരു ഭയം എവിടെയുണ്ട് എന്നാണ് പറഞ്ഞത് ഈ കാലത്തിൻ്റെ അദ്ദേഹം പറയുന്നതാണ്. അതെ, അത്യാവശ്യം നാട്ടുകാരെ ഭയം ഉണ്ടാവുന്നത് നല്ലതാണ്. ഞങ്ങൾക്ക് ആ ഒരു ഭയമേ ഉള്ളൂ. കാരണം നല്ലത് ചെയ്യണമെന്നുള്ളൂ. പക്ഷെ അത് നോക്കി ഞാൻ പറഞ്ഞ ഭയം എന്ന് പറഞ്ഞാൽ ഞങ്ങൾ ചെയ്യുന്നത് നാടിന് വേണ്ടി ആയിരിക്കണം എന്നുള്ള കാര്യമുണ്ട്. അപ്പോൾ അതനുസരിച്ചിട്ട് നാടിന് വേണ്ടിയിട്ട് പരമാവധി കാര്യങ്ങൾ ചെയ്യുമ്പം പൊതുവിൽ കൺസിഡറിങ് ദി ഈ പബ്ലിക് ഒപ്പീനിയൻ വെച്ചാൽ ഒപ്പീനിയൻ വളരെ അനാവശ്യമായ ഒപ്പീനിയൻ അല്ല, പക്ഷേ പോസിറ്റീവായ കാര്യങ്ങൾ വേണമെന്ന് ആളുകൾ ആഗ്രഹിക്കുന്നതനുസരിച്ച് കാര്യങ്ങൾ ചെയ്യുന്നതിൻ്റെ അടിസ്ഥാനത്തിലാണ്. എന്തായാലും ഒരു കാലത്ത് ഇടതുപക്ഷ ഗവൺമെൻറ്റുകളെ പറ്റി വിചാരിച്ചതുപോലെ അല്ലല്ലോ. ഏറ്റവും കൂടുതൽ കാര്യങ്ങൾ ചെയ്യുന്ന ഇടതുപക്ഷ ഗവൺമെൻറ് ആണെന്നുള്ള കൺസെപ്റ്റ് വന്നു. ശ്രീ വിജയരാഘവൻ അദ്ദേഹം ടെക്നോ പാർക്ക് കൺസെപ്റ്റ് തുടങ്ങുന്ന സമയത്ത് അന്നുണ്ടായിരുന്ന ആളാണ്. അപ്പോൾ അന്നു മുതൽ എത്രയോ വർഷങ്ങളായിട്ട് നോക്കിയാൽ ഇതൊക്കെ ചെയ്യാൻ തയ്യാറാവുന്നതാണ്. ഇപ്പോൾ ഡിജിറ്റൽ യൂണിവേഴ്സിറ്റി ക്യാമ്പസിൽ കഴിഞ്ഞ ദിവസം ഞാൻ പോയിരുന്നു. അപ്പോൾ അവിടുത്തെ ഈ എക്സ്പീരിയൻസ് നല്ലതാണെങ്കിൽ അതനുസരിച്ചിട്ട് കാര്യങ്ങൾ കൂടുതൽ ചെയ്യുക തുടങ്ങിയ കാര്യങ്ങൾ ചെയ്യുന്നതിനുള്ള സമീപനമാണ്. ഈ ബഡ്ജറ്റിനകത്ത് പറഞ്ഞേക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഇപ്പോൾ റിയൽ എസ്റ്റേറ്റ് മേഖലയിലെ ടാക്സിൻ്റെ കാര്യമാണ് അദ്ദേഹം പറഞ്ഞത്. അദ്ദേഹം ആ രംഗത്ത് ബിസിനസ് ചെയ്യുന്ന ഒരാൾ കൂടി ആയതുകൊണ്ട് കൂടുതൽ കാര്യങ്ങൾ അവിടെ അറിയാം. പക്ഷേ വിഴിഞ്ഞം എന്ന് പറയുന്നത് ആണ് തുടങ്ങിയത്. വിഴിഞ്ഞം മുതലേ കൊച്ചിയിലെ കാര്യങ്ങളും മറ്റു കാര്യങ്ങളെല്ലാം പറഞ്ഞത് കേരളത്തിൽ ഏറ്റവും കൂടുതൽ ഡെവലപ്മെൻറ്റ് വരാൻ സാധ്യതയുള്ള സ്ഥലമാണ് വിഴിഞ്ഞവും ചുറ്റുപാടും. പക്ഷേ ഇമ്മീഡിയറ്റ് ആയിട്ട് അത് ചെയ്തില്ലെങ്കിൽ വിഴിഞ്ഞത്തിൻ്റെ അപ്പുറം തന്നെ ചേർന്നപ്പുറത്ത് തന്നെയാണ് തൂത്തുക്കുടി തിരുനെല്വേലി വരെയും ആ ഡെവലപ്മെൻ്റ് ആവാം. നമുക്കങ്ങനെ അതിർത്തികളുടെ വ്യത്യാസമൊന്നുമില്ല.
അപ്പോൾ എത്രയും പെട്ടെന്ന് ഇവിടെ വരണമെങ്കിൽ നമ്മൾ പതുക്കെ പബ്ലിക് ഫിനാൻസ് മാത്രം കാത്തിരുന്ന് ഈ കാര്യം ചെയ്തു തീർക്കാൻ പറ്റില്ല. ബിസിനസ്സിനകത്ത് ഇപ്പോൾ തന്നെ നല്ല പ്രൈവറ്റ് മോഡൽസ് ഉണ്ടല്ലോ. ഇപ്പോൾ കഴിഞ്ഞ ദിവസം ടെക്നോ പാർക്കിൽ പണ്ട് ചെറിയ ചെറിയ കെട്ടിടങ്ങളാണ് വന്നെങ്കിൽ ഇപ്പോൾ വരുന്നത് വളരെ വലുതാണ്. ഇപ്പോൾ ടോറസ് എന്ന് പറയുന്ന ഗ്രൂപ്പിൻ്റെ കഴിഞ്ഞ ദിവസം 15 ലക്ഷം സ്ക്വയർ ഫീറ്റ് ബിൽഡിംഗ് വന്നത്. അവർ പറയുക ഇനിയും ഒരു 25-30 ലക്ഷം കൂടി പണിയാൻ പോകുക. കാരണം ഇപ്പോൾ തന്നെ അവരുടെ ഡിമാൻഡ് നിറയ്ക്കാൻ പറ്റുന്നില്ല, ആവശ്യത്തിന് കൊടുക്കാൻ പറ്റുന്നില്ല. അപ്പോൾ 3 ലക്ഷം കോടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതെല്ലാം കൂടെ ഈ ടോറസിൻ്റെ തന്നെ ആ ഒരു ബിൽഡിങ്ങിൻ്റെ കംപ്ലീറ്റ് ആയ 10,000 കോടിയുടെ എങ്കിലും വരും. കാരണം അതിനകത്തുള്ള ഇൻവെസ്റ്റ്മെൻറ്റ് 10-4,000 കോടിയായിരിക്കും. പിന്നെ അവിടെ 10-15,000-20,000 പേര് ജോലി ചെയ്യുന്നു. അങ്ങനെ വരുന്ന പ്രൊജക്റ്റുകളൊക്കെ ഇത് എത്തുക എന്ന് പറഞ്ഞാൽ ഗവൺമെൻറ് നേരെ ഈ 1,500 കോടി 1,800 കോടിയല്ല, അദ്ദേഹം പറഞ്ഞത് ഇൻഡസ്ട്രിയുടെയാണ് 1,800 കോടി. ഇൻഡസ്ട്രി മാത്രമല്ല, നമ്മൾ സാധാരണ ഒരു 10-15,000 കോടി രൂപ ക്യാപിറ്റൽ ഇൻവെസ്റ്റ്മെൻറ്റ് ബഡ്ജറ്റിൻ്റെ ബഡ്ജറ്റ് എന്ന് പറഞ്ഞാൽ ഇൻഡസ്ട്രി മാത്രമല്ല, എല്ലാത്തിലും 15,000 കോടി പോകും. കിഫ്ബി വഴി തന്നെ ഒരു 10,000 കോടിയൊക്കെ പോകും സാധാരണഗതി. അതുകൊണ്ട് ഇന്ത്യയിലെ ഏറ്റവും കൂടുതൽ ക്യാപിറ്റൽ ഇൻവെസ്റ്റ്മെൻറ്റ് നടക്കുന്ന സ്റ്റേറ്റുകളിലൊന്നാണെന്ന് കഴിഞ്ഞ ദിവസം റിപ്പോർട്ട് വന്നു. നേരത്തെ കിഫ്ബിയുടെ ഒരു റീപേയ്മെൻറ്റ് സംശയം സൂചിപ്പിക്കുന്നു. അതുപോലെ വിഴിഞ്ഞം വളരെ വളരെ പ്രധാനപ്പെട്ട ഒരു മേഖലയിലേക്ക് ഈ ബജറ്റിൽ ഇടം പിടിക്കുകയല്ലേ. നേരത്തെ പറഞ്ഞതിൽ 2-3 വലിയ പ്രോമിനൻറ്റ് ഇത്. ഒന്ന്, വിഴിഞ്ഞത്തിൻ്റെ റിയലൈസേഷൻ്റെ ഇമ്പാക്റ്റ്, കേരളത്തിൽ വരാൻ പോകുന്നൊരു ഇമ്പാക്റ്റ് ഹ്യൂജ് എന്നുള്ളൊരു യാതൊരു സംശയമില്ല. അവിടെ ഒരു ഇതുള്ള ഡെവലപ്മെൻറ്റ് സോൺ എന്ന് പറയുന്നു, ഒരു 10,000 ഏക്കേഴ്സ് വേണ്ടി വരും. അപ്പോൾ അതിന് നമ്മൾ എങ്ങനെ അതിലോട്ട് മുന്നോട്ട് പോകുമെന്ന്, അതിൻ്റെ ഫിനാൻസിങ് മാത്രമല്ല, അതിൽ പോളിസിയുടെ ഒരു ഇത് വരുന്നുള്ളൂ. ഉദാഹരണത്തിന് ഇന്ന് കേരളത്തിൻ്റെ ലാൻഡ് റിഫോംസ് അനുസരിച്ച് 15 ഏക്കറിൽ കൂടുതൽ ഒരാളിന് ഹോൾഡ് ചെയ്യാൻ പറ്റില്ല. ഒരു 15 ഏക്കറിൽ ഒരു വലിയൊരു ഇൻഡസ്ട്രിയൽ പ്രോജക്റ്റ് ഒരാളിന് തുടങ്ങാനും ബുദ്ധിമുട്ട് വരും. നമ്മളിപ്പോൾ ക്ലിയറായിട്ട് ഞാൻ പറയാം, അപ്പോൾ ഈ ഇൻഡസ്ട്രിയൽ പ്രൊജക്റ്റിന് ഇപ്പം തന്നെ എക്സംഷൻ ഉണ്ട്. ഞാനത് നിലവിൽ തന്നെ നിയമം അനുസരിച്ച് ഈ കാര്യങ്ങൾ ചെയ്യാമെങ്കിലും അതിന് വേഗത പോരാ എന്നുള്ള പരാതിയുണ്ട്. അത് വേഗത്തിലാക്കുമെന്നാണ് അതിനകത്ത് പറഞ്ഞേക്കുന്നത്. കാരണം നിലവിൽ തന്നെ നമ്മുടെ ഇൻഡസ്ട്രി പലയിടത്തും വന്നേക്കുന്നത്. ഇപ്പോൾ മെഡിക്കൽ കോളേജ് തുടങ്ങുന്നു. മെഡിക്കൽ കോളേജിന് 25 ഏക്കർ വേണ്ടായിരുന്നു നേരത്തെ. ഭൂനികുതി വെച്ചിട്ട് എവിടെയും മെഡിക്കൽ കോളേജ് തുടങ്ങാമായിരുന്നോ? അപ്പോൾ അതിന് നിയമമുണ്ട്, എക്സംഷൻ ഉണ്ട്. ഇതിൽ ഒരു ഗോൾഡിൻ്റെ ഒരു ഇൻഡസ്ട്രിയൽ പാർക്കിനെ പറ്റി ഇവർ ആലോചിക്കുന്നുണ്ട്. ഗോൾഡുകാർ തൃശ്ശൂർ, അങ്ങനെ വാർത്തയാണ്, നിങ്ങളെല്ലാം ഉണ്ടോയെന്ന് അറിഞ്ഞില്ല. തൃശ്ശൂർ. അപ്പോൾ അങ്ങനെ ഒരു ഗോൾഡിൻ്റെ പാർക്ക് വരണമെങ്കിൽ 50 ഏക്കറെങ്കിൽ അതിന് എക്സംഷൻ ഉണ്ട്. പക്ഷേ സ്പീഡിൽ നടക്കണം. പിന്നെ വേറെ ചില കാര്യങ്ങളുണ്ട്. ഞാൻ ആ പറഞ്ഞതിനകത്ത് കുറച്ച് മനസ്സിലായി പുറത്തോട്ട് വരത്തേ ഉള്ളൂ. കാരണം നിലവിലുള്ള നിയമങ്ങളെ ഒന്ന് നോക്കി അതിനകത്ത് ചില ഭൂപരിധി നിയമങ്ങളും ചില പ്രത്യേക മേഖലയുടെ എക്സംഷനും ഒക്കെ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ പരിശോധിക്കേണ്ടി വരുമെന്നാണ് ഞാൻ പറഞ്ഞേക്കുന്നത്. അതെൻ്റെ അഭിപ്രായം. ബഡ്ജറ്റ് എഴുതുന്നത് ധനകാര്യമന്ത്രി, എന്നാലും പൊതുവിൽ ഞങ്ങളുടെ ഒരു പൊളിറ്റിക്കലായ ഒപ്പീനിയൻ വെച്ചിട്ടായിരിക്കുമല്ലോ പറയുക, അല്ലെങ്കിൽ എൻ്റെ ഒരു ധാരണ അനുസരിച്ച്. അപ്പം നിലവിൽ 10,000 ഏക്കർ അതിന് ചുറ്റുപാടും ഉണ്ടാവണമെങ്കിൽ 1-2 മാർഗ്ഗങ്ങൾ മാത്രം ഉപയോഗിച്ച് പറ്റില്ല. സർക്കാർ ലാൻഡ് അക്വിസിഷന് പോയി കഴിഞ്ഞാൽ അത് 3 വർഷം എടുക്കും. ഇനി 3 ഇരട്ടി പൈസ കൊടുക്കണമെന്ന് മാത്രമല്ല, സമയത്ത് എടുക്കാൻ പറ്റില്ല. എന്നാൽ എനിക്ക് അവിടെ 1 ഏക്കർ സ്ഥലമുണ്ട്. നമുക്കെല്ലാം കൂടെ ചേർന്നൊരു 10 ഏക്കർ ഉണ്ടെന്നിരിക്കട്ടെ. വേറെ കുറേ ആളുണ്ട്. ലാൻഡ് പൂളിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ സ്ഥലം കൊടുക്കും, എനിക്ക് മാർക്കറ്റ് വില കിട്ടും. 100 രൂപ വില ഉണ്ടെങ്കിൽ എനിക്ക് 125 രൂപ തരും, അല്ലെ വാട്ട് എവർ ഇറ്റ് ഈസ് തരും. അതിനുശേഷം എനിക്കൊരു പർട്ടിക്കുലർ പെർസെൻറ്റേജ് നിങ്ങൾ ഈ വലിയൊരു സാധനം ഡെവലപ്പ് ചെയ്തുകൊണ്ടിരുന്നു, അതിനകത്തൊരു പ്രോഫിറ്റും കൂടെ എനിക്ക് കിട്ടത്തക്ക വിധത്തിലാണ് ഈ ലാൻഡ് പൂളിങ്ങിൻ്റെ കൺസെപ്റ്റ്. പലതരം മോഡലുണ്ട്. അപ്പോൾ ആളുകളെയും കൂടി ഇൻവോൾവ് ചെയ്യിച്ച് അവർക്ക് അപ്ഫ്രണ്ട് വില അപ്പോഴത്തെ വില കൊടുക്കും, ബാക്കി ഈ ലാൻഡ് പൂളിങ് വരുന്നു. അപ്പോൾ പെട്ടെന്ന് നമുക്ക് ഇത്തരം 100, 200, 500 ഏക്കറൊക്കെ ഡെവലപ്പ് ചെയ്തെടുക്കാനായിട്ട് പറ്റും ഓരോ സ്ഥലത്തും. ഇതിനകത്ത് സാധ്യത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ തന്നെ ഹൈഡ്രജൻ ഹബിൻ്റെ ഒരു പ്രപ്പോസൽ ഉണ്ട്. 10-25,000 കോടി രൂപയുടെയാണ്. ഇപ്പോൾ അറിയാമല്ലോ, ഞാൻ ഈ 3 ലക്ഷം കോടി എന്ന് പറഞ്ഞാൽ അന്നേരം ഒരു വലിയ തുകയല്ല. ഹൈഡ്രജൻ ഹബ്ബ് തന്നെ 25,000 കോടിയുടെയാണ്. ഞാൻ ബഡ്ജറ്റിൽ ഇതെല്ലാം വിഴിഞ്ഞത്തിൻ്റെ അടുത്ത് 25,000 കോടിയുടെ ഇപ്പോൾ ആ കമ്പനി തന്നെ ആലോചിക്കുന്നു, അതിൻ്റെ പ്രൊജക്റ്റ് ചർച്ച നടന്നുകൊണ്ടിരിക്കുക. അങ്ങനെ 25,000 കോടി, ഞാൻ നേരത്തെ പറഞ്ഞ IT-യുടെ ഒരു കാര്യം ഇതുപോലെ വരുന്നതിനകത്ത് നമ്മൾ വിചാരിക്കുന്നതിനേക്കാളും വലിയ ബിസിനസ്സിൻ്റെ സാധ്യതകളുണ്ട്. ആ സാധ്യതകളിൽ ഇതൊന്ന് ഫാസ്റ്റാക്കി കൊടുക്കണം. പ്രൈവറ്റ് സെക്ടർ ഇൻവെസ്റ്റ് ചെയ്യാൻ വരുന്നുണ്ട്. അവർക്ക് ഇത് ചെയ്തിട്ട് ഇത് ഡെവലപ്പ് ചെയ്യാമെങ്കിൽ അവർ വരുമല്ലോ. അപ്പോൾ ഇപ്പം നിലവിലുള്ള റിയൽ എസ്റ്റേറ്റ്, ഇന്ത്യയിലെ തന്നെ റിയൽ എസ്റ്റേറ്റിൻ്റെ പ്രധാന സെക്ടറൊന്നുമല്ല കേരളം. അപ്പം കൂടുതൽ കാര്യങ്ങൾ വന്നു കഴിഞ്ഞാൽ ഈ കാര്യങ്ങളെല്ലാം നന്നായി വരും, നമുക്ക് ചെയ്യാൻ പറ്റും. കുറച്ചുകൂടി നമ്മൾ ആക്റ്റീവ് ആവണം. ഒരു പക്ഷേ ചിലപ്പോൾ വിഴിഞ്ഞത്തിൻ്റെ ആ സെക്ടറിലെ ആകെ ഡെവലപ്മെൻറ്റിന് വേണ്ടി പ്രത്യേക ഒരു സംവിധാനമൊക്കെ ഉണ്ടാക്കേണ്ടി വരും. ടെക്നോ പാർക്കിൽ ഒരു പൊതു സംവിധാനത്തിന് ടെക്നോ പാർക്ക് എന്ന് പറയുന്ന സാധനമുണ്ട്. ഒരു പർട്ടിക്കുലർ സാധനം, അതിൻ്റെ CEO കാര്യങ്ങളുണ്ട്. അതുപോലെ ഇതിനൊക്കെ സ്പെഷ്യൽ സംവിധാനങ്ങൾ ഉണ്ടാവണം. ഇത് നമ്മളെ സംബന്ധിച്ച് 1-2 വർഷത്തിനകം ഇത്രയും കാര്യങ്ങൾ ടേക്ക് ഓഫ് ചെയ്യത്തക്ക വിധത്തിൽ ചെയ്യണം.
2 വർഷത്തിനകം ചെയ്തില്ലെങ്കിൽ പിന്നെ 10 വർഷം കഴിഞ്ഞ് കാര്യമില്ല. അതാണ് കാര്യം. മിനിസ്റ്റർ പറഞ്ഞ പോലെ തമിഴ്നാട്ടിലേക്ക് അങ്ങ് പോകും. ഞാൻ ഒരു സ്റ്റേറ്റ് അടുത്ത് ഞാൻ പറയുന്നില്ല. അല്ല, ഞാൻ പറയുന്നത് കാരണം ഈ സാധ്യതകൾ ഫെസിലിറ്റേഷൻ കാരണം ഇവിടെ വണ്ടി പാർക്ക് വണ്ടി പിന്നെ അസംബിൾ ചെയ്ത് കയറ്റി അയക്കുന്ന തൊട്ട് ഇലക്ട്രോണിക്സിൻ്റെ അസംബ്ലിംഗ് യൂണിറ്റ് തൊട്ട് കാർഷിക മേഖലയിലെ കാര്യങ്ങൾ തൊട്ട് തുടങ്ങി വരും. നമ്മുടെ അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞാൽ ഹെൽത്ത്. ഞാൻ വെറുതെ നേരത്തെ DHS ആയിരുന്നല്ലോ ഡോക്ടർ. ഹെൽത്തിൻ്റെ കാര്യത്തിൽ ഞാൻ പറഞ്ഞൊരു കാര്യമുണ്ട്. മെഡിക്കൽ കോളേജിനോട് ചേർന്ന് ചർച്ച ചെയ്തിട്ടുണ്ട്. മെഡിക്കൽ കോളേജിനോട് ചേർന്ന് ഫോറിൻ പേഷ്യൻസിനുള്ള ഒരു പ്രത്യേക മേഖല വേണമെന്നാണ്. പണ്ടൊക്കെയാണ് നമുക്കിത് പറയാൻ പറ്റില്ല. ഇപ്പോൾ അത് കുറച്ചുകൂടെ അക്സെപ്റ്റ് ചെയ്യും. അപ്പോൾ പുറത്തു നിന്നുള്ള പേഷ്യൻസ് വരുമ്പോൾ നല്ല ആ ഒരു പോളിസി ചേഞ്ചിനെ കുറിച്ച് പോളിസി ചേഞ്ച് എന്ന് പറയുന്നത് നമ്മൾ സാധാരണ അംഗീകരിക്കാവുന്ന കാര്യം തന്നെയാണ്. അല്ലാത്തൊരു കാര്യം പറഞ്ഞിട്ടില്ല. പിന്നെ ഒരു കാര്യം പറഞ്ഞു, മറ്റ് സ്റ്റേറ്റിൽ നിന്ന് കുട്ടികൾ ഇവിടെ പഠിക്കാൻ വരും. ഇപ്പോൾ ചില റെസ്ട്രിക്ഷൻസ് ഉണ്ട്. KTUവിൽ അങ്ങനെ ചേരാൻ പറ്റത്തില്ല അല്ലേ? KTUയുടെ VC ചാർജ് കൂടിയാണല്ലോ. നമ്മുടെ എൻട്രൻസ് എഴുതാൻ സാധാരണഗതിയിൽ എൻട്രൻസിൻ്റെ ഒക്കെ ചില പ്രശ്നങ്ങളുണ്ട്. കേരളത്തിലെ കുട്ടികൾ മറ്റ് സ്റ്റേറ്റിൽ പഠിക്കാൻ പോകുന്നു പറഞ്ഞു. എന്തുകൊണ്ടാണ്? അവിടെ ആ എൻട്രൻസ് എഴുതിയിട്ടല്ല. ഇവിടെ നേരെ ബാംഗ്ലൂരിലും കർണാടകത്തിലൊക്കെ പോയി പഠിക്കാൻ പോകുന്നതിന് ചേരുന്നതിന് ആ ബുദ്ധിമുട്ടില്ല. അപ്പോൾ ഇവിടെ നമ്മുടെ കോളേജുകളിലൊക്കെ കാലി സീറ്റ് കിടക്കുന്നുണ്ട്. എന്തായാലും നമ്മുടെ ഈ കേരളത്തിലെ കുട്ടികൾ വിദേശത്ത് പോകുന്നുണ്ട്. നമ്മൾ പല കാര്യങ്ങളും ഇവിടുന്ന് 4% കുട്ടികൾ വിദേശത്ത് പോകുന്നു. അപ്പോൾ കുട്ടികൾ ഇവിടെ പഠിക്കാൻ വരുന്ന വലിയൊരു കൊമേഴ്സ്യൽ ആക്ടിവിറ്റിയാണ്. ബിസിനസ് എന്ന് ഞാൻ പറയുന്നില്ല, എഡ്യൂക്കേഷൻ ആ പറയുന്നത് കൊമേഴ്സ്യൽ ആക്ടിവിറ്റിയാണ്. അപ്പോൾ ഇങ്ങനെയുള്ള സാധ്യതകളെ ഉപയോഗിക്കണം. കേരളത്തിൻ്റെ ഒരു ഭാവി വളർച്ചയിലെ വിഴിഞ്ഞത്തിൻ്റെ ഏറ്റവും സിഗ്നിഫിക്കൻ്റ് ആയ ഒരു സ്പേസിനെ കുറിച്ച് സംസാരിച്ചു. ഹെൽത്തിലേക്ക് വളരെ ക്യുക്കായിട്ടൊന്നും പോയാൽ മീൻസ് ഇപ്പോൾ മെഡിക്കൽ ഹബ്ബ് എന്ന് പറയുന്നത് ഇപ്പോൾ റെയർ ഡിസീസിനെ കുറിച്ചൊരു പോളിസി സർക്കാർ രൂപീകരിക്കാൻ പോകുന്ന ഒരു കാലമാണ്. ജമീല, ഈ ആ സെക്ടറിനെ കുറിച്ച് മിനിസ്റ്ററുടെ ബജറ്റിൻ്റെ തുടർച്ചയിൽ സജഷനായിട്ടുള്ളതുണ്ടോ അല്ലെങ്കിൽ ഏതെങ്കിലും സംശയം ഉണ്ടെങ്കിലോ ഡോക്ടർ ജമീല? നമ്മുടെ ഏറ്റവും വലിയൊരു വെല്ലുവിളി മിനിസ്റ്റർക്ക് തന്നെ അറിയുന്നതാണ് നമ്മുടെ ചികിത്സ. നമ്മുടെ കോവിഡ് കാലത്തായാലും കോവിഡിന് ശേഷവും ഏറ്റവും കൂടുതൽ രോഗികൾക്ക് ചികിത്സ ചെയ്ത ഒരു സംസ്ഥാനം ഇന്ത്യയിൽ കേരളമാണ്. പക്ഷെ നമുക്കതൊരു വലിയ വെല്ലുവിളിയായിട്ട് മാറിയിരിക്കുകയാണ്. കഴിഞ്ഞ വർഷം തന്നെ നമുക്ക് 1600 കോടി രൂപയുടെ കാരുണ്യ ആരോഗ്യ സുരക്ഷാ പദ്ധതി നടപ്പിലാക്കി. നമുക്ക് ബഡ്ജറ്റിൽ അത്രയും വെക്കാൻ പറ്റില്ല. 650 കോടിയാണ് ബഡ്ജറ്റ്. മൂന്നിരട്ടി ചെലവാക്കിയിട്ടും സർക്കാർ വരുന്ന ധനകാര്യമന്ത്രിമാർ വല്ലാതെ ബുദ്ധിമുട്ടിലാവും. ഇത്രേ ഉള്ളൂ. അപ്പോൾ അന്ന് നമ്മൾ വെച്ച ഒരു സജഷൻ എന്ന് പറഞ്ഞാൽ ഇതിനകത്ത് ഇന്നിപ്പോൾ മിനിസ്റ്റർ ബഡ്ജറ്റ് പ്രസംഗത്തിൽ സൂചിപ്പിച്ച ഒരു റെമിറ്റൻസിന്റെ കാര്യം. അപ്പോൾ അങ്ങനെ ഒരു അതായത് മറ്റുള്ളവർക്കും ഇതിലേക്ക് ഡൊണേറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു സാഹചര്യം വന്നാൽ മാത്രമേ നമുക്ക് ഇത് മുന്നോട്ട് പറയാം. ഞാൻ കോവിഡായിട്ട് 16 ദിവസം തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലായിരുന്നു. അപ്പം ന്യൂമോണിയ എന്ന് 16 ദിവസം കടന്നു കഴിഞ്ഞപ്പോൾ എനിക്ക് മെഡിക്കൽ കോളേജിലായതുകൊണ്ടാണ് ഒരു കാര്യവും നമ്മൾ അറിയണ്ട. എനിക്ക് മാത്രമല്ല, കേരളത്തിലെ ഒരു കോവിഡ് രോഗിക്കും ഒരു കാര്യം അറിയണ്ട എല്ലാം. അപ്പോൾ നമ്മളൊരു 50,000 രൂപ ആശുപത്രിയിൽ കൊടുക്കേണ്ടതാണ്. നമ്മളൊരു പ്രൈവറ്റിൽ പോകാൻ എത്ര ആവും? പക്ഷേ അന്നേരം നോക്കാൻ വേണ്ടിയിട്ട് അടയ്ക്കാൻ വേണ്ടിയിട്ട് ഒരു സംവിധാനം ഇല്ല. പിന്നെ നമ്മൾ ആ സമയത്ത് മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് കൊടുക്കുന്നൊരു സ്കീം ഉണ്ടായിരുന്നു. ഞങ്ങളൊക്കെ അന്നേരം പഴയ ex-MP വരുന്നില്ലേ. പക്ഷേ നമ്മുടെ നാട്ടിൽ അങ്ങനത്തെ ഒരു റെമിറ്റൻസ് സംവിധാനം ഉണ്ടെങ്കിൽ ആളുകൾ വോളണ്ടറി ആയിട്ട് ചെയ്യും. നിർബന്ധിച്ച് ഫീസ് മേടിക്കണമെന്നല്ലേ ഉള്ളൂ. അങ്ങനെയൊക്കെയുള്ള ചില കാര്യങ്ങൾ വന്നു കഴിഞ്ഞാൽ ഒരു സ്കൂളിൻ്റെ കോളേജിൻ്റെ 25 ലക്ഷം രൂപയാകും ഒരു കുട്ടിയെ PG വരെ പഠിപ്പിക്കുന്ന സർക്കാരിന്. അവരെവിടെ പോട്ടെ, എങ്ങനെ പോട്ടെ, പക്ഷേ ഒരു റെസ്പോൺസിബിലിറ്റി തിരിച്ചുണ്ടല്ലോ. ഈ നിർബന്ധം വേണ്ട. ആ ഒരു പോളിസിയിൽ മിനിസ്റ്റർ പറഞ്ഞതിൽ ഈ ഒരു സെറ്റപ്പ് വരുന്നു. പക്ഷെ ശരിക്കും അത് ഒരു ജനറൽ ഹോസ്പിറ്റൽസിന് എല്ലാം കൂടെ ഒരെണ്ണം വെക്കാതെ ഇൻഡിവിജ്വൽ ഹോസ്പിറ്റൽസ് ഇൻഡിവിജ്വൽ സ്കൂളിന് ചെയ്താൽ വിൽ ബി വെരി ഹൈ. അത് പറയുമ്പോൾ ഒരു ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൻ്റെ അനുഭവം കൂടി കേൾക്കണ്ടേ ഇത്തരം കാര്യങ്ങളിൽ? ആരോഗ്യത്തെ സംബന്ധിച്ച് കൂടുതലായി ഡോക്ടർ പറഞ്ഞതിൽ കൂടുതലായി ഞാൻ പറയുന്നത് ശരിയല്ല. എന്നാലും ഈ പറഞ്ഞതുപോലെ നമ്മുടെ ഈ റെമിറ്റൻസിൻ്റെ കാര്യം പറഞ്ഞതുപോലെ പലപ്പോഴും നമ്മളെല്ലാം സ്വന്തം ജീവിതാനുഭവത്തിൽ നിന്ന് നേരിട്ടിട്ടുള്ള കാര്യമാണ്. എനിക്ക് തോന്നുന്നു അതിന് സമാനമായിരുന്നു കഴിഞ്ഞ തവണ ബഹുമാന്യനായ മുൻ ധനകാര്യ വകുപ്പ് മന്ത്രി ചെയ്തിട്ടുള്ളത്. ആലപ്പുഴയിൽ അദ്ദേഹം ആദ്യമായി തുടങ്ങിയ ഈ ഭക്ഷണശാലകൾ നമുക്ക് കോൺട്രിബ്യൂട്ട് ചെയ്യണമെങ്കിൽ ചെയ്യാം എന്നുള്ളത് അന്ന് തന്നെ വലിയ കോൺട്രിബ്യൂഷൻ ലഭിച്ചു എന്ന് നമ്മൾ കണ്ടതാണ്. അപ്പോൾ അത്തരം തെളിയിക്കൽ നമ്മുടെ നാട്ടിൽ തന്നെ നടന്നിട്ടുണ്ട്. അപ്പോൾ ഇതൊരു ബ്രേക്ക് ത്രൂ ആയിരിക്കും മെഡിക്കൽ ഫീൽഡിൽ എന്ന് തന്നെയാണ് നമ്മൾ കാണുന്നത്. പക്ഷേ ആരോഗ്യത്തിൻ്റെ കാര്യം പറയുമ്പോൾ ശാരീരിക മാനസിക ആരോഗ്യത്തിന് പുറമെ നമ്മുടെ ശുചിത്വം എന്ന് പറയുന്ന ഒരു സംഗതി കൂടി വളരെ പ്രധാനമായി മുന്നിൽ കാണുന്നു. മാലിന്യമുക്ത നവകേരളം ക്യാമ്പയിൻ്റെ 2ാം ഘട്ടം നമ്മൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഈ ശാസ്ത്ര സാങ്കേതിക വിദ്യയിലെ ഫോക്കസ് എല്ലാം അതിൽ കൂടി വലിയ കോൺട്രിബ്യൂഷൻ അതിൽ കൂടി ഉണ്ടാകും എന്ന പ്രതീക്ഷ നമുക്കുണ്ട്. വളരെ പ്രധാനപ്പെട്ട ഒരു മേഖലയാണ് ഗായത്രി സൂചിപ്പിച്ചത്. അതിലുള്ളൊരു ബജറ്റിന്റെ ഒരു വിഷൻ എങ്ങനെയാണ് ഫോക്കസ്? ഈ ശുചിത്വം, അതുപോലെ മാലിന്യ നിർമ്മാർജ്ജനവും മാലിന്യമുക്ത കാര്യങ്ങൾക്ക് നല്ലതുപോലെ വന്നിട്ടുണ്ട്. ഞാൻ പിന്നെ യഥാർത്ഥത്തിൽ തദ്ദേശ സ്വയംഭരണ സ്ഥാപന ബഡ്ജറ്റിന്റെ കുറേയേറെ ഭാഗം അതാണ്. അപ്പോൾ അതിനകത്ത് എല്ലാം നമ്മൾ
ബഡ്ജറ്റിൽ എടുത്ത് വഹിക്കാൻ അവതരിപ്പിക്കത്തില്ലല്ലോ. ഏറ്റവും പ്രധാന പ്രയോറിറ്റി അതാണ്. എന്ന് മാത്രമല്ല, ഭാവിയിൽ ഈ മാലിന്യമുക്ത പരിപാടികളുടെ മാർക്കൂടെ അനുസരിച്ചിട്ട് പഞ്ചായത്തുകൾക്കും മുനിസിപ്പാലിറ്റിയും കോർപ്പറേഷനുള്ള ഫണ്ട് കൂടെ അലോട്ട് ചെയ്യണമെന്നൊരു പോയിന്റ് കൂടെ വന്നിട്ടുണ്ട് കേട്ടോ. അത് ഞാൻ അനൗൺസ് ചെയ്യണമെന്ന് വിചാരിച്ചത്, അത് അനൗൺസ് ചെയ്തിട്ടില്ല. കാരണം നിങ്ങൾ ചെയ്യുന്നതിനനുസരിച്ച് പ്ലാൻ ഫണ്ട് കൊടുക്കും. ഈ നഗരവികസനത്തിൽ അതും കൂടി വരും എന്ന് തന്നെയാണ് നമ്മൾ ഈ ഹെൽത്തിൻ്റെ കാര്യത്തിൽ ഈ പറഞ്ഞ പോലെ കൂടുതൽ ആളുകളെ, ലോകമെമ്പാടുമുള്ള മലയാളികളെ എങ്ങനെ കൂടുതലായി കേരളത്തിൻ്റെ ഒരു ഹെൽത്ത് ആരോഗ്യ മികവിലേക്ക് എത്തിക്കാനാകും? ക്രൗഡ് ഫണ്ടിങ്ങിൻ്റെയൊക്കെ ഒരു കാലമാണ്. ആ മേഖലയെക്കുറിച്ചുള്ള ആലോചന നടക്കുമ്പോൾ ജോർജ് ജോസഫ്. അല്ല, മിനിസ്റ്റർ പറഞ്ഞ ആ പ്രപ്പോസൽ വളരെ പ്രധാനപ്പെട്ടൊരു കാര്യം തന്നെയാണ്. കാരണം ഇപ്പോൾ നമ്മൾ ഇത് പല സ്ഥാപനങ്ങൾ ഇതുപോലെ തന്നെ ചെയ്യുമ്പോൾ അവർ ചികിത്സയ്ക്ക് ചിലവ് വാങ്ങിക്കുന്നില്ലെങ്കിലും നിങ്ങൾക്ക് എന്തെങ്കിലും സംഭാവന ചെയ്യണമെങ്കിൽ ചെയ്യാം എന്ന് പറയുന്ന ഓപ്ഷൻ പ്രൈവറ്റ് സെക്ടറിൽ പല ചാരിറ്റി ഓർഗനൈസേഷൻസും ചെയ്യുന്നുണ്ട്. തീർച്ചയായിട്ടും അത് വലിയ ഒരു മാർഗം തന്നെയാണ്, അതിൽ യാതൊരു സംശയവുമില്ല. അല്ല, അതിൽ സർക്കാർ തന്നെ മുൻകൈ എടുക്കണം. ഞാൻ പറയുന്ന ഒരു കാര്യം, സർക്കാരിൻ്റെ ഫണ്ടുകൾ സർക്കാരിലേക്ക് കിട്ടുന്നതിന് ഒരു സ്പെസിഫിക് ആയിട്ടുള്ള ഒരു അക്കൗണ്ടിലേക്ക് പോകുന്ന രീതിയിലുള്ളൊരു സംവിധാനം, അതിപ്പോൾ ഇലക്ട്രോണിക് മാർഗമായാലും പുതിയ UPI പേയ്മെൻറ്റ് സിസ്റ്റത്തിനനുസരിച്ചൊക്കെ അതിലേക്ക് വരുന്ന സിസ്റ്റത്തിലേക്ക് ഗവൺമെൻറ് ആലോചിക്കണം. അതിപ്പോൾ എന്താ വെച്ചാൽ സർക്കാരിലേക്ക് എന്തെങ്കിലും തന്നെങ്കിൽ തന്നെ വലിയ പാടാണ്. അപ്പൊ ആ ഒരു അത് മാറ്റാനുള്ള എന്തെങ്കിലും സ്കൂളിലും കോളേജിലും പഠിച്ചു, എന്തിനും കൊടുക്കണമെങ്കിൽ എവിടെ കൊടുക്കും. അതാണ് ഇപ്പോൾ പലരും മിനിസ്റ്റർ നേരം പറഞ്ഞ ഒരു കാര്യം വളരെ പ്രധാനപ്പെട്ട കാര്യം. സ്കൂളിനും കോളേജിനും ഓൾഡ് സ്റ്റുഡൻസ് ഒരുപാട് ആളുകൾ വിദേശത്ത് വലിയ പൊസിഷനിലിരിക്കുന്നു. അവരവിടെ ലാബ് പണിത് കൊടുക്കാനോ വേറെ എന്തെങ്കിലും സംവിധാനം, പക്ഷെ എങ്ങനെ ചെയ്യും എന്നവർക്കറിയില്ല. അപ്പോൾ അതിനൊരു സ്പെസിഫിക് സംവിധാനം നമ്മൾ ഇത് ചെയ്യണം. അല്ല, അതിലൊരു നിമിഷം അവിടെ നിന്ന് നമ്മൾ നേരെ തൊട്ടിപ്പുറത്തോട്ട് മാറിയാൽ മതി. ഡോക്ടർ ഭീമ ഗോവിന്ദൻ CSRനെ കുറിച്ച് സംസാരിക്കുന്നു. ലോകമെമ്പാടുമുള്ള മലയാളികൾക്ക് ആരോഗ്യരംഗത്തിൻ്റെ കൂടുതൽ മികവിലേക്ക് പോകാനുള്ള ഇത്തരം ഫണ്ടിങ്ങിലേക്ക് സഹായിക്കാൻ വരുന്നത്. അപ്പോൾ നമ്മുടെ ആരോഗ്യരംഗത്തെ കൂടുതൽ മെച്ചപ്പെട്ടതാക്കാൻ കഴിയുന്ന നിലയിലേക്കൊരു സഹായം അത് നൽകാവുന്നതല്ലേ? CSR ആക്ടിവിറ്റീസ് കോർപ്പറേറ്റ് ലെവലിൽ ചെയ്യുന്നുണ്ട്, ഞാൻ ഉൾപ്പെടെ ഇപ്പം തന്നെ ചെയ്യുന്നുണ്ട്. ആരുടെയും റിക്വസ്റ്റ് ഇല്ലാണ്ട് ഹെൽത്ത് സെക്ടറിൽ പേഴ്സണലായിട്ടും ചെയ്യുന്നുണ്ട്, കമ്പൈൻഡായിട്ടും ചെയ്യുന്നുണ്ട്. ബട്ട് അതിൽ ആൾക്കാർക്ക് എഫക്റ്റീവായിട്ട് അല്ല അവർക്ക് യൂസ്ഫുള്ളായിട്ട് ഏതാണെന്ന് മനസ്സിലാക്കി കൊടുക്കുന്നതിനുള്ള സംവിധാനം കിട്ടിയാൽ മതി. തീർച്ചയായിട്ടും കൂടുതൽ കൊടുക്കാനുള്ള സംവിധാനം തീർച്ചയായിട്ടും ഉണ്ട്. അവരൊക്കെ തയ്യാറാണ്. കോർപ്പറേറ്റ് ലെവലിൽ തീർച്ചയായിട്ടും അതിന് സപ്പോർട്ടുണ്ട്. ഗവൺമെൻറ് ലെവലിൽ നിന്ന് അത് എവിടേക്കാണ് എന്തൊക്കെയാണെന്നൊരു സജഷൻ കൂടെ വരണം. ഇപ്പോൾ ചേർത്തെ 10 ലക്ഷം രൂപ സംഭാവന ചെയ്യണമെങ്കിൽ എവിടെ കൊണ്ടുപോയി ഞാൻ കൊടുക്കും? ഒരു ഗവൺമെൻറ് ഓഫീസിൽ ചെന്ന് കഴിഞ്ഞാൽ അത് സാറേ ഇവിടെ അല്ല, അത് ഞങ്ങൾക്കറിയില്ല ഇങ്ങനെ. അതേസമയത്ത് അത് നേരിട്ട് തന്നെ ട്രാൻസ്ഫർ ചെയ്യാൻ പറ്റും. എൻ്റെ അക്കൗണ്ടിൽ നിന്ന് ഗവൺമെൻറ് അക്കൗണ്ടിലേക്ക് പോകുന്ന രീതിയിൽ ഒരു ഇപ്പോഴത്തെ കാലഘട്ടത്തിൽ ആ സാങ്കേതിക വിദ്യയൊക്കെ കേരളത്തിലെ ആകെ ശമ്പളത്തിൻ്റെ 49% അധ്യാപകരുടെ ശമ്പളമാണ്. അത്രയും വലിയൊരു സെക്ടറാണ് ഈ എഡ്യൂക്കേഷൻ. അപ്പോൾ അവിടെ നിന്ന് ഇത്രയും ലക്ഷക്കണക്കിന് ആളുകൾ പഠിച്ചു പോയിട്ട് പല സ്ഥലത്ത് പോകുന്നവർ എന്തായാലും അവരൊരു കാര്യം തിരിച്ചു ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്നവർക്ക് ചെയ്യാനൊക്കെ ഒരു സംവിധാനം വന്നാൽ ചിലപ്പോൾ പ്രാദേശികമായ ഓരോ സ്കൂൾ ഇപ്പം ചിലയിടത്ത് നന്നായി നടക്കുന്നുണ്ട്. സജി ഗോപിനാഥ്, ഈ ഒരു ആശയം ഇതിന്റെ ഒരു എക്സാമ്പിളാണ് നമ്മൾ നടക്കാവ് സ്കൂൾ അങ്ങനെയാണല്ലോ മാറിയത്. അവിടുത്തെ ഒരു പഴയ സ്റ്റുഡൻ്റ് ആണ് ഏറ്റവും കൂടുതൽ പൈസ ചിലവാക്കി. അതെ എക്സാക്ട്ലി. അപ്പോൾ അങ്ങനെയുള്ള ഒരു കോൺടാക്ട് എങ്ങനെ നമ്മൾ എത്ര വളരെ പെട്ടെന്ന് ഇത് ചെയ്യും എന്നുള്ളതാണ് ഒരു ചലഞ്ചായിട്ട് ഉള്ളത്. കാര്യം സമയം വളരെ കുറവാണുള്ളത്. ഹൗ ഡു യു ഇംപ്ലിമെൻറ്റ് ഇൻ വളരെ ചെറിയ സമയം കൊണ്ട് ഈ പറഞ്ഞ ഇഷ്യൂസ് എല്ലാം നമുക്ക് സോൾവ് ചെയ്യണം. നേരത്തെ മിനിസ്റ്റർ പറഞ്ഞതുപോലെ പല സ്റ്റാറ്റ്യൂട്ടുകളിലും നമുക്ക് ഇത് ഇങ്ങനെ പുറത്തുള്ള സ്റ്റുഡൻസിനെ കൊണ്ടുവരുന്നതിനൊക്കെ ഉള്ള തടസ്സമുണ്ട്. അപ്പോൾ അതെല്ലാം മാറ്റേണ്ട ആവശ്യമുണ്ട്. ഒരു നയം പറഞ്ഞിട്ടുണ്ട്, ഹയർ എഡ്യൂക്കേഷൻ്റെ ഒരു നയം ബജറ്റിൽ പറഞ്ഞിട്ടുണ്ട്. അത് എത്ര പെട്ടെന്ന് നമുക്ക് ഇംപ്ലിമെൻറ്റ് ചെയ്യാൻ പറ്റും എന്നത് ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടൊരു എലിമെൻ്റാണ്. ഇംപ്ലിമെൻറ്റേഷൻ പാർട്ടിലാണ് പലപ്പോഴും താമസം വരുന്നതെന്നുള്ളത് സത്യം തന്നെയാണ്. പക്ഷേ ഇക്കാര്യത്തിനകത്ത് നല്ലതുപോലെ ഇംപ്ലിമെൻറ്റ് ചെയ്ത അനുഭവങ്ങളുണ്ട്. ഇപ്പം നിങ്ങളുടെ ഇവരുടെ യൂണിവേഴ്സിറ്റി വളരെ ഫാസ്റ്റായിട്ട് അത് അവർ ചെയ്തു. അതിൻ്റെ വേറൊരു മോഡലാണ്. ഇപ്പം 3 ഞാൻ ഡിസ്കഷൻ നടത്തിയിരുന്നു. അപ്പം അവർ പറഞ്ഞ് ഞങ്ങൾക്ക് റവന്യൂ ഞങ്ങൾക്ക് ഉണ്ടാക്കാൻ പറ്റും, ഞങ്ങൾക്ക് അതുകൊണ്ട് അവർ ലോൺ എടുക്കാം 250 കോടി വരെ എടുക്കാം പലിശയുടെ. ഞാൻ പറഞ്ഞു ഓക്കെ പലിശ നമ്മൾ തരാം എന്ന് പറഞ്ഞു. അതുപോലെ ഓക്സ്ഫോർഡ് യൂണിവേഴ്സിറ്റിയിലേക്കുള്ള കുട്ടികളുടെ ഒരു സ്കോളർഷിപ്പ് ഫണ്ട് വേണം. അപ്പോൾ ഞാൻ ആ ഫണ്ട് അതിനകത്ത് വെച്ചിട്ടുണ്ട്. ആദ്യ പ്രാവശ്യം ഞാൻ ഡിജിറ്റൽ യൂണിവേഴ്സിറ്റിയുടെ വൈസ് ചാൻസലറെ അന്ന് വിളിക്കുക മന്ത്രിയായതിനു ശേഷം അവർ എന്നോട് ആവശ്യപ്പെട്ടല്ല, ഞാൻ അവരെ വിളിച്ചു. ഗ്രഫീൻ്റെ ഫണ്ട് ആദ്യം വെക്കുന്നത് ഞാൻ മന്ത്രിയായപ്പോൾ ഗ്രഫീൻ എന്ന് പറയുന്ന സംഗതിയെ പറ്റി ചോദിച്ചു, നിങ്ങൾക്ക് പണം എത്ര വേണമെന്ന് അങ്ങോട്ട് വിളിച്ച് ചോദിച്ചിട്ടാണ് ചെയ്തത്. അപ്പോൾ നമ്മൾ വല്ലതും ചെയ്യുന്ന ഏത് സ്ഥലത്തായാലും ചെയ്യുന്നതിന് കൂടുതൽ സപ്പോർട്ട് കൊടുക്കാൻ വേണ്ടിയിട്ട് നമുക്കും തോന്നും. അങ്ങനെ അറിഞ്ഞു കൊടുത്ത മറ്റു മേഖലകൾ ഞാൻ പറഞ്ഞത് ഇത് അറിഞ്ഞു കൊടുത്തതല്ല, ഞാൻ പറഞ്ഞ ആ ഒരു ഇൻട്രസ്റ്റ് ഉണ്ടായി. ഇപ്പോൾ ഞാൻ കഴിഞ്ഞ ദിവസങ്ങളിൽ ഞാൻ അവിടെ പോയിരുന്നു. അപ്പോഴാണ്
ഈ പുതിയ കാര്യങ്ങളും പറഞ്ഞത് ഡിജിറ്റൽ ഞങ്ങൾ സയൻസ് പാർക്ക് വെച്ചെങ്കിലും ഡിജിറ്റൽ സയൻസ് പാർക്കാണ് തുടങ്ങിയിട്ട് കുറച്ച് കാര്യം അവർ ചെയ്തു. മറ്റ് 3 സയൻസ് പാർക്ക് ഇപ്പോഴും പൈപ്പ് ലൈനിലാണ്. അപ്പോൾ അതുകൊണ്ട് ഇംപ്ലിമെൻറ്റേഷൻ ഒരു പ്രധാന പ്രശ്നം തന്നെയാണ്. നമ്മൾ പലപ്പോഴും പണത്തിൻ്റെ പ്രശ്നം മാത്രമല്ല, കേരളത്തിലുൾപ്പെടെ ഈ ഇംപ്ലിമെൻറ്റേഷൻ ഒരു പ്രശ്നമാണ്. ആദ്യമേ കുറേ ആവശ്യമില്ലാത്ത തടസ്സങ്ങൾ വരും, അങ്ങനെ വരും, ഇങ്ങനെ വരും. അപ്പോൾ ഇത് പരിഹരിക്കാൻ വേണ്ടിയിട്ടുള്ള ശ്രമങ്ങൾ ഉണ്ടാവുക എന്നുള്ളതാണ്, അതാണ് ഏറ്റവും പ്രധാന പ്രശ്നം. അത് നമുക്ക് പരിഹരിക്കണം. ജി വിജയരാഘവൻ പറഞ്ഞത് കഴിഞ്ഞ തവണയോ അതിന് മുൻപോ ഒരു നിർദ്ദേശം ഇതുപോലെ തന്നെ FMON ട്രയലിൽ മിനിസ്റ്ററോട് വെച്ചിരുന്നു എന്ന് പറഞ്ഞു. അതായത് ഈ ബഡ്ജറ്റ് സ്പീച്ചിൻ്റെ തുടക്കത്തിൽ കഴിഞ്ഞ വർഷം പറഞ്ഞ കാര്യങ്ങൾ അതിൻ്റെ ഏത് സ്റ്റേജാണ്, എന്തുകൊണ്ട് നടന്നില്ല എന്നുള്ള കാര്യം. അപ്പോൾ അതിൻ്റെ അകത്തുള്ളൊരു ഇത് വരുന്നത്, ഇന്ന് ഇതിൻ്റെ നടക്കാത്തതിൻ്റെ ബ്ലെയിം ഫൈനാൻസ് മിനിസ്റ്റർക്കാണ് വരുന്നത്. എനിക്കറിയാം ഗവൺമെൻറ് ഒരു കളക്റ്റീവ് റെസ്പോൺസിബിലിറ്റി ഉണ്ടെങ്കിലും, അപ്പോൾ ഡെഫിനറ്റായിട്ട് അതിൻ്റെ അകത്ത് പറയുമ്പോൾ ഇന്ന പ്രോജക്റ്റ് അനൗൺസ് ചെയ്തു, അത് ഈ സ്റ്റേജിലാണ്, എന്താ റീസൺസ് ഒരു ആക്ഷൻ ടേക്കൺ റിപ്പോർട്ട് പോലെ ബഡ്ജറ്റിൻ്റെ തുടക്കത്തിൽ കുറച്ച് കാര്യങ്ങൾ അങ്ങനെ ചെയ്യുന്നുണ്ടല്ല. ഇല്ല, ഗവൺമെൻറ്റിനകത്ത് പറഞ്ഞ കാര്യത്തിൽ ഫിനാൻസ് മിനിസ്റ്റർക്ക് നല്ല ഇതിൻ്റെ ഡിപ്പാർട്ട്മെൻറ്റ് ഗവൺമെൻറ് നടത്തിപ്പിൻ്റെ രീതി അകത്തുള്ളവർക്ക് കുറച്ച് അറിയാമല്ലോ. ഇത് പോയി കഴിഞ്ഞാൽ നടത്തുന്ന ഓരോ വകുപ്പുകളാണ്. അപ്പോൾ അതിനകത്തൊരു മോണിറ്ററിങ് മാത്രമല്ല, ഞാൻ ഈ ബഡ്ജറ്റിൻ്റെ സ്പീച്ചിൻ്റെ പരിമിതി കൊണ്ട്, അല്ലെങ്കിൽ CSS സ്കീമിനെ പറ്റി ഒരു ഭാഗം നല്ലതുപോലെ പറയണമെന്ന് വെച്ചിട്ടാണ്. സെൻട്രൽ ഗവൺമെൻറ്റിൻ്റെ സ്കീമുണ്ട്. സെൻട്രൽ ഗവൺമെൻറ് സ്കീമുകൾ കൃത്യമായിട്ട് അതിന് പേപ്പർ കൊടുക്കണം, കണക്ക് കൊടുക്കണം, മേടിക്കണം. പലപ്പോഴും സ്റ്റേറ്റിൻ്റെ തുറന്ന് ഇതുപോലെ വേദി പറഞ്ഞതിന് എനിക്ക് മടിയില്ല. സ്റ്റേറ്റിൻ്റെ ഫണ്ടാണെങ്കിൽ അത്രയും ഒരു തലവേദനയില്ല. എന്നിട്ട് 4 പത്രത്തിൽ വാർത്ത വന്നാൽ മതി, അവിടെ കിട്ടിയില്ല പണം, ഇവിടെ കിട്ടിയില്ല, പിന്നെ ഗവൺമെൻറ് കൊടുത്തില്ല, ധനകാര്യ വകുപ്പ് കൊടുത്തില്ല. അത് മറ്റേതാണെങ്കിൽ ഒരു 10 കോടി രൂപയാണെങ്കിൽ അതിൻ്റെ ഒത്തിരി പ്രക്രിയയുണ്ട്. ഇവിടെ ആണെങ്കിൽ അത്രയില്ല. അപ്പോൾ അതുകൊണ്ട് CSS സ്കീമിൽ നിന്ന് പോലും നമ്മുടെ ഡിപ്പാർട്ട്മെൻറ്റിലെ ഉദ്യോഗസ്ഥന്മാർ സെക്രട്ടറി തലത്തിൽ വരെയുള്ളവർ കൂടുതൽ ഉത്തരവാദിത്വം വേണം. അത് ഞങ്ങൾ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യമാണ്. ഞാനിത് പറയുന്നത്, ഇങ്ങനെ ഈ അഡ്മിനിസ്ട്രേഷന് ചില പ്രശ്നങ്ങളുണ്ട്. അതുകൊണ്ട് ബഡ്ജറ്റ് തയ്യാറാക്കി അവതരിപ്പിക്കുന്നതും ഇംപ്ലിമെൻറ്റേഷനും ഒക്കെ തന്നെ പ്രായോഗികമായ ഗവൺമെൻറ് സിസ്റ്റത്തിലെ ചില പ്രശ്നങ്ങളുണ്ട്. എങ്കിലും ഈ പറഞ്ഞത് വളരെ പ്രധാനമാണ്. നമ്മളിപ്പോൾ ഈ ഇത്തരം സ്കീമുകൾ കൃത്യമായി ഫോളോ ചെയ്യുന്നതിൻ്റെ സംവിധാനം കുറച്ചുകൂടി ഊർജിതമാക്കി ചെയ്യും എന്നുള്ളൊരു തർക്കമില്ല, ചെയ്യേണ്ടതുണ്ട്, എന്നാലേ നടക്കുള്ളൂ. ഒരു അപകടം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ നമ്മളിപ്പോൾ പിന്നെ വേറൊരു കാര്യം കൂടി പറയാം. ഇപ്പം ഇപ്പോൾ യൂണിവേഴ്സിറ്റി അല്ലെങ്കിൽ ടെക്നോ പാർക്ക്, ഈ സംവിധാനങ്ങളൊക്കെ അവർക്ക് ചെയ്യാൻ പറ്റുന്നൊരു ഫങ്ഷണൽ ഫ്രീഡം ഗവൺമെൻറ്റിനകത്ത് കുറച്ചുകൂടെ വ്യത്യസ്തമാണ്. ഗവൺമെൻറ്റിന് അതിൻ്റെ കൺട്രോളൊക്കെ ഉണ്ട്, നല്ല കാര്യമൊക്കെയാണ്. പക്ഷേ നല്ലതുപോലെ ഫങ്ഷൻ ചെയ്യാൻ പറ്റുന്നൊരു രീതികളുടെയും കൂടെ ഉണ്ട്. പണ്ട് സെൻട്രൽ പബ്ലിക് സെക്ടറിന് ചെയ്ത പോലെ ഒരു MOU ഡിഫൈൻ ചെയ്ത് ഡെലിഗേഷൻ അങ്ങ് ചെയ്യുന്ന എൽബിയെ കൊടുത്തു. എനിക്കൊക്കെ പണ്ട് തന്ന ഫ്രീഡം അത് കഴിഞ്ഞിട്ടൊന്നും ആർക്കും കിട്ടിയിട്ടില്ല. സ്പീഡിൻ്റെ കാര്യത്തിൽ നമ്മളിപ്പോൾ ഈ വിഴിഞ്ഞത്തിൻ്റെ കാര്യത്തിൽ പറഞ്ഞ ഒരു കാര്യം, ഇപ്പോൾ എസ്പെഷ്യലി ഇക്കണോമിക് സോൺ ആണെങ്കിലും അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ നമ്മൾ സ്പീഡിൽ ചെയ്യുന്നില്ലെങ്കിൽ ഉണ്ടാകുന്ന പ്രശ്നം 10-60 കിലോമീറ്റർ മാറി തുടങ്ങാൻ തമിഴ്നാടിന് ഈസിയാണ്. അപ്പോൾ അവർ അതേ വേഗതയിൽ തന്നെ ഈ സംഭവം അവിടെ ആരംഭിക്കും. സ്പെഷ്യൽ ഇക്കണോമിക് സോണോ മറ്റെന്ത് സാധ്യതകളും ഇങ്ങോട്ട് വരിക എന്നുള്ളൊരു കാര്യം വലിയൊരു പ്രശ്നമല്ല. അതുകൊണ്ടാണ് ഈ സർക്കാരിൻ്റെ കാലയളവിൽ തന്നെ വളരെ കാര്യമായൊരു മാറ്റം. വിഴിഞ്ഞോ അത് എത്ര പറയുന്നതെന്ന് ചോദിക്കും. സത്യത്തിൽ ഷാങ്ഹായിയോ ആംസ്റ്റർഡാമോ ദുബായിയോ ജബലലിയോ സിംഗപ്പൂരോ എന്നൊക്കെ പറയുന്നത് അവിടുത്തെ എല്ലാം ഡെവലപ്മെൻറ്റിൻ്റെ ഇഞ്ചൻ, അതിൻ്റെ ബേസിക് സാധനം ന്യൂക്ലിയസ് എന്ന് പറഞ്ഞാൽ പോർട്ടാണ്. ആ പോർട്ട് എന്ന് പറഞ്ഞാൽ ഇവിടെ 100 കിലോമീറ്റർ അല്ല, കേരളം മൊത്തമോ പിന്നെ തമിഴ്നാടോ ആ ചുറ്റുപാടുള്ള സ്ഥലങ്ങളിലേക്കെല്ലാം വരുന്ന വലിയൊരു സാധ്യതയാണ്. ആ സാധ്യത കൊണ്ടാണ് അത്രയും നമ്മളതിനകത്ത് കേരളത്തിന് വേണ്ടി ആകെയുള്ളൊരു പ്രൊജക്റ്റ് എന്ന നിലയിൽ തന്നെയാണ് നമ്മൾ അതുകൊണ്ട് അത്രയും എംഫസിസ് അതിൽ കൊടുക്കുന്നത്. അതുകൊണ്ട് തന്നെ ടൈം ബൗണ്ട് ആയിട്ടായിരിക്കും ചെയ്യണം, ടൈം ബൗണ്ട് ആയിട്ട് ചെയ്യണം. കുറച്ച് കാര്യങ്ങൾ നേരത്തെ പറഞ്ഞ പോലെ ഒരു ഇഫ് യു ക്യാൻ ഒരു അതോറിറ്റി പോലെ ക്രിയേറ്റ് ചെയ്തിട്ട് അവർക്ക് ഈ സിംഗിൾ വിൻഡോ ക്ലിയറൻസിനുള്ള പവേഴ്സ് കൊടുക്കുക, ആ രീതിയിൽ ട്രാൻസ്പെറൻ്റ് ആയിട്ട് പോവുകയാണെങ്കിൽ ക്വിക്കായിട്ട് നടക്കും. അതൊരു വലിയൊരു സെറ്റപ്പ് ഉണ്ട്, ബട്ട് സ്മോൾ സെറ്റപ്പ്. ഇതിലെ അതോറിറ്റിയെക്കാളും ഇമ്പോർട്ടൻറ്റ് ഇപ്പോൾ മെയിലാണ് ഇത് മിനിസ്റ്ററിൻ്റെ ഇതിൻ്റെ കാര്യമുണ്ടല്ലോ. ഗവൺമെൻറ് ഡെവലപ്മെൻറ്റ് കാര്യത്തിൽ പ്രൊആക്റ്റീവ് ആണെന്നുള്ള കാര്യം സമ്മതിക്കും. അത് സമ്മതിച്ചു. അതിലിപ്പോൾ തിരുവനന്തപുരത്തിൽ ഞാൻ അതിൻ്റെ ടോട്ടൽ ചെയ്ത് നോക്കുമ്പോൾ തന്നെ 500-1000 കോടി രൂപയ്ക്ക് അടുത്തുള്ള പ്രോജക്ട്സ് അനൗൺസ് ചെയ്തിട്ടുണ്ട് ട്രിവാൻഡ്രത്തേക്ക്. പക്ഷേ ഇതിനകത്തുള്ള പ്രോബ്ലം ഞാൻ പറയുന്നത്, ഈ വിഴിഞ്ഞം പോർട്ടിൽ മെയിലാണ് ഇപ്പോൾ ഇനോഗ്രേറ്റ് ചെയ്യുന്നത്. അത് ആക്ച്വലി ട്രയൽ റണ്ണാണ്. അവിടെ ഏറ്റവും ചലഞ്ചിങ് ആയിട്ട് 2 കാര്യങ്ങൾ കിടക്കുന്നുണ്ട്. അതിൻ്റെ കോമ്പൗണ്ട് വാൾ ഇതുവരെ കിട്ടിയിട്ടില്ല. ഈ കോമ്പൗണ്ട് വാൾ കിട്ടണം. ഈ എത്രയും നേരത്തെ കോമ്പൗണ്ട് വാൾ കിട്ടിയില്ലെങ്കിൽ ഈ പോർട്ട് ഇനോഗ്രേറ്റ് ചെയ്യാൻ പറ്റില്ല, കമ്മീഷൻ ചെയ്യാൻ പറ്റില്ല. അല്ലാതെ തന്നെ വേറൊരു കാര്യം കൂടെ ഉണ്ട്. അവിടെ ഒരു ക്രോസ്, ഒരു കുരിശ് തിരിച്ച് റീലൊക്കേറ്റ് ഒക്കെ ചെയ്യാനുണ്ട്. ഇത് രണ്ടും എനിക്ക് തോന്നുന്നു ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഫോക്കസ് ചെയ്യണം. കാരണം നമ്മൾ മെയിൽ അനൗൺസ് ചെയ്യും തുടങ്ങാൻ പോകുന്നതെന്ന് പറയുമ്പോൾ ട്രയൽ റണ്ണാണ്. ഒക്ടോബർ ടു ഡിസംബറിൻ്റെ അകത്ത് ഇത് ഫോർമലായിട്ട് പോർട്ട് വരുള്ളൂ. ഇതാണ് അതിൻ്റെ ഫാക്ട് ഓഫ് ദി കേസ്. രണ്ടാമത്തെ കാര്യം ഇതിൽ പറഞ്ഞു വരുന്ന ഒരു പോയിന്റ് നേരത്തെ പറഞ്ഞില്ലേ, ഇംപ്ലിമെൻറ്റേഷൻ പ്രോബ്ലം എന്ന് പറഞ്ഞില്ലേ. സോ ഇതിനകത്ത്
മിനിസ്റ്റർ ആദ്യം മനസ്സിലാക്കേണ്ട ഒരു പോയിന്റാണ്, കാലാകാലങ്ങളായിട്ട് വി ഹാവ് എ ലെഗസി പ്രോബ്ലം. ദ ലെഗസി പ്രോബ്ലം, ദ ട്രസ്റ്റ് ഡെഫിസിറ്റ് ഉണ്ട്. ഗവൺമെൻറ് പുറത്തുള്ള വിശ്വാസത കുറവ് ആൾക്കാർക്കുണ്ട്. ഇപ്പോൾ CSR ഫണ്ട് കൊടുക്കുന്നത് ഗോവിന്ദൻ ചേട്ടൻ പറഞ്ഞൊക്കെ ശരിയല്ല. എത്ര പേര് കൊടുക്കുന്നുണ്ട്? ഗവൺമെൻറ് ആകുമ്പോൾ അവർ പറയുന്നത് ഇത് വിൽ ഗോ സംവെയർ എൽസ്. അപ്പോൾ ഇതിൻ്റെ ഒരു ട്രസ്റ്റ് ഡെഫിസിറ്റ് മാറ്റി റിയലായിട്ട് ഇംപ്ലിമെൻറ്റിംഗ് ഏജൻസി, റിയലായിട്ട് പെർഫോം ചെയ്യാൻ പറ്റുന്ന ഒരു ഏജൻസിയും ക്രെഡിബിളായിട്ടുള്ള ഒരാളുടെ മുകളിൽ വെച്ചാലേ ഇത് നടക്കുകയുള്ളൂ. ഇപ്പോൾ ഈ ഹെൽത്തിൻ്റെ കാര്യം പറഞ്ഞു, ഒരു മാസ്റ്റർ പ്ലാൻ പോലും മെഡിക്കൽ കോളേജിനില്ല ഇതുവരെ. എവിടെ മാസ്റ്റർ പ്ലാനുള്ള? മെഡിക്കൽ കോളേജിൽ എവിടെ പാർക്കിംഗ് പ്ലാനുള്ളത്? മൾട്ടി ലെവൽ പാർക്കിംഗ് പ്ലാൻ ഉണ്ടോ? ഒന്നുമില്ല. അപ്പോൾ നമ്മൾ ഇങ്ങനെ പറയും, നമ്മളെല്ലാം പറഞ്ഞു പോകും. പറഞ്ഞു പോയിട്ട് പിന്നെ നമ്മളത് കഴിഞ്ഞിട്ട് അടുത്ത പ്രാവശ്യം ആകുമ്പോൾ നമ്മൾ പിന്നെ ഇരുന്ന് റീകളക്ട് ചെയ്യും. എനിക്കൊന്ന് മിനിസ്റ്റർ ചെയ്യാൻ പറ്റുന്നത് മേക്ക് ഷുവർ ദാറ്റ് ഇപ്പോൾ ഈ ബഡ്ജറ്റ് നേരത്തെ പറഞ്ഞു, പ്രോഗ്രസ് റിപ്പോർട്ടിൻ്റെ കാര്യം പറഞ്ഞു. പ്രോഗ്രസ് റിപ്പോർട്ട് ഒറ്റ സിമ്പിളാണ്. കഴിഞ്ഞ ബഡ്ജറ്റിനും ഈ ബഡ്ജറ്റായിട്ട് നമ്മൾ ചെയ്യുമ്പോൾ നമ്മൾ വി ഹാവ് അച്ചീവ് 50% ഓഫ് വാട്ട് വി ഹാവ് കമ്മിറ്റഡ് എന്ന് മാത്രം പറഞ്ഞാൽ നമുക്ക് എല്ലാം ഇൻഡിവിജ്വലായിട്ട് ആയിട്ടൊന്നും പറയേണ്ട കാര്യമില്ല. പക്ഷേ നമ്മൾ 50% അച്ചീവ് ചെയ്യുന്നത് വലിയ കാര്യമാണ്. കേരളത്തിൽ വെരി ഡിഫിക്കൽട്ടാണ്. നമ്മൾ ഓരോ കാര്യങ്ങൾ നമ്മൾ കാണുമ്പോൾ അതിനകത്ത് കാര്യം. അതുപോലെ എനിക്ക് തോന്നുന്നു മിനിസ്റ്റർ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ബോൾഡായിട്ടുള്ള ഡിസിഷൻ വേണ്ട. ഇപ്പോൾ ടൂറിസം അതൊരു ഇൻഡസ്ട്രി ആക്കാമെന്ന് കാലാകാലം എനിക്ക് നജീബ് ഇന്ന് കണ്ടില്ല. നജീബാണ് ഇത് ടൂറിസം ആക്കണമെന്ന് എത്രയോ ഇൻഡസ്ട്രി ആക്കി മാറ്റണമെന്ന് പറഞ്ഞു. പക്ഷേ ഇതുവരെ നമ്മൾ ബോൾഡായിട്ടൊരു ഡിസിഷൻ എടുത്തിട്ടില്ല. രണ്ടാമത്തെ കാര്യം, മിനിസ്റ്റർ കഴിഞ്ഞ പ്രാവശ്യം എത്രയോ നാൾ മുമ്പ് 2 ബഡ്ജറ്റ് മുമ്പ് പറഞ്ഞു മൈക്രോ ബ്രീവറി, അതിൻ്റെ ഒരു കോൺസെപ്റ്റ് കൊണ്ടുവന്ന് അതിനെ നമുക്ക് ടൂറിസമായിട്ട് കംപ്ലീറ്റ് പ്രൊമോട്ട് ചെയ്യും. ടൂറിസം ബ്രീവറി അല്ലേ പിന്നെ അതിൻ്റെ ഇപ്പം റൂളൊക്കെ ആയിട്ടുണ്ട്. അത് മാത്രമല്ല ഇതിൻ്റെ അകത്ത് ഈ ഓപ്പണിംഗ് അപ്പ് ദി നമ്മളിപ്പം ഫൈൻ ഡൈനിങ്ങിന് നമുക്ക് ടൂറിസമായിട്ട് റിലേറ്റ് ചെയ്ത് ഓപ്പൺ ചെയ്ത് കൊടുക്കുമ്പം ഫൈൻ ഡൈനിങ് പ്ലേസസിലും ഇത് ഓപ്പൺ ചെയ്ത് കൊടുക്കാനുള്ള പ്രൊവിഷൻ വേണം. എല്ലാവർക്കും ഫിയറാണ്. പലർക്കും പല ആൾക്കാരും പേടിച്ചാണ് ഒരു തീരുമാനം വരാത്തത്. ഇത് സമുദായത്തിനെ പേടിക്കുന്നു, എല്ലാവരും പേടിച്ച് കയറ്റുമതി ചെയ്യുന്നതിനെ കുറിച്ച് പറയുന്നുണ്ടല്ലോ. അത് ഞാൻ വിമർശനങ്ങളുണ്ട്. അല്ല, അത് മൈക്രോ ബ്രൂവറി റെസ്റ്റോറൻറ്റ് അകത്ത് തന്നെ, റെസ്റ്റോറൻറ്റ് അകത്തുള്ള ബ്രീവറിയാണ് പറയുന്നത്. അതല്ല ഇതെന്ന് പറഞ്ഞാൽ കേരളത്തിൽ അങ്ങനെ ഒരു പ്രൊജക്റ്റ് ഒരു കമ്മിറ്റി സ്റ്റഡി ചെയ്ത റിപ്പോർട്ടാണ്. മദ്യം കേരളത്തിൽ ഉൽപ്പാദിപ്പിച്ച് കയറ്റുമതി ചെയ്യാൻ പറ്റുന്നതിനുള്ള അത് പറ്റാവുന്നതാണ്. അതൊരു വ്യവസായമായിട്ട് ഇവിടെ ഉപയോഗിക്കാമല്ലോ, ഇവിടെ വേണമെങ്കിൽ ഉപയോഗിക്കാം. പക്ഷേ കയറ്റുമതി ഇൻഡസ്ട്രി അല്ല, അതിനൊരു സഹായം ചെയ്ത് കൊടുക്കണം. അവരുടെ കമ്മിറ്റി റിപ്പോർട്ടാണ് ഇൻഡസ്ട്രീസിൻ്റെ. നമുക്ക് ടൂറിസം എന്ന് പറഞ്ഞാൽ നമ്മളെല്ലാം പറയുന്നുണ്ടെങ്കിൽ എല്ലാ ഇൻഗ്രീഡിയൻറ്റും ഉണ്ട്. ചെറിയ 2 കാര്യങ്ങൾ മാത്രമേ ഉള്ളൂ. നമ്മൾ ഉദ്ദേശിക്കുന്നത് വിദേശ മദ്യം അങ്ങനെ ഉൽപ്പാദിപ്പിച്ച് ഇവിടെ തന്നെ അതായത് ഒരു വിദേശ മദ്യത്തിൻ്റെ ഉൽപ്പാദനം കാര്യമായിട്ട് കേരളത്തിലില്ല. എക്സ്പോർട്ടിന് നല്ല ബ്രാൻഡിനാകുമ്പോൾ നല്ല വില കിട്ടും. ഇവിടെ ഈ സ്പിരിറ്റ് കൊണ്ടുവന്നിട്ട് അത് കളർ ചേർത്ത് കൊടുക്കുന്നതും മദ്യം അല്ല പലതരത്തിൽ അങ്ങനെയാണല്ലോ. വിദേശ മദ്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ ഒരു ഫെർമെൻറ്റേഷൻ ഒന്നല്ലോ സാധാരണ സ്പിരിറ്റ്. പക്ഷേ ചില നാടൻ പേരുള്ള ഓരോ നാടിൻ്റെ ഉള്ള ബ്രാൻഡായിരിക്കും. നമുക്ക് എന്താ ഉൽപ്പാദിപ്പിക്കുന്നത് റിപ്പോർട്ടിനകത്ത് അവർ ഇങ്ങനെ ഇവിടെ ഉൽപ്പാദിപ്പിച്ച് അയക്കാൻ പറ്റുന്ന സാധ്യത ഉണ്ടെന്നുള്ള റിപ്പോർട്ട്. നമ്മൾ നോക്കിയിട്ടുള്ള വൈൻ, പൈനാപ്പിൾ ബേസ്ഡ് വൈൻ, അതുപോലെ കോക്കനട്ട് ബേസ്ഡ്. നമ്മളിപ്പോൾ കൊളംബോ എയർപോർട്ടിൽ കൂടെ പോവുകയാണെങ്കിൽ അവിടെ ലോക്കൽ ശ്രീലങ്കൻ അരക്കാണ് നല്ല ബോട്ടിലാക്കി കൊടുക്കുക. ശ്രീലങ്കൻ ഇറ്റ്സ് കോക്കനട്ട് ബേസ്ഡ്. അപ്പോൾ ഞാൻ മദ്യപിക്കുന്ന ഒരാളല്ല, പക്ഷേ ഞാൻ പറയുന്ന ആ ഒരു എക്കണോമിയെ ഡെവലപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് അങ്ങനത്തെ ഇതുമായിട്ട് ബോൾഡായിട്ട് പോവാം. നമ്മളിപ്പോൾ പറഞ്ഞിട്ട് സെയിം തിങ് വിത്ത് ഇതിനകത്തൊരു എല്ലാവരും തന്നെ തടസ്സമുള്ള കാര്യമൊന്നും അല്ല. ഇവിടെ ഉൽപ്പാദിപ്പിച്ച് കയറ്റിയതിക്കുന്നതിനും ആരും നേരത്തെ തടസ്സമുള്ള ഇല്ല. പക്ഷേ എനിക്ക് ഇല്ല, അതിൻ്റെ ലൈസൻസ് എടുക്കാൻ വേണ്ടി പോകുമ്പോഴത്തേക്ക് അറിയാം അതിൻ്റെ ബുദ്ധിമുട്ട് എന്താണെന്നുള്ളത്. എക്സൈസ് ഡിപ്പാർട്ട്മെന്റ് ആദ്യം എന്തെങ്കിലും പറഞ്ഞു പോകും, പിന്നെ ആൾ കുറച്ച് കാരണം ഇഫ് യു ക്യാൻ ഡു ഇറ്റ് ഫാസ്റ്റർ സംവെയർ എൽസ് വൈൽ ഡു ഇറ്റ് ആളെ മടുപ്പിച്ചിട്ടാണ് ശരിയായി. അതാ പ്രശ്നം. അതിൽ ഇപ്പോൾ ഈ ഹയർ എഡ്യൂക്കേഷനിൽ പ്രൈവറ്റ് യൂണിവേഴ്സിറ്റി നല്ല കാര്യം. വർഷങ്ങൾക്ക് മുമ്പ് ഈ പോളിസി ഉണ്ടായിരുന്നെങ്കിൽ അമൃതയൊന്നും കോയമ്പത്തൂർ പോകില്ലായിരുന്നു. നമ്മൾ വി ആർ എഗ്രി അറ്റ്ലീസ്റ്റ് ബെറ്റർ ലേറ്റ് ദെൻ നെവർ. പ്രൈവറ്റ് യൂണിവേഴ്സിറ്റീസ് പറയാം, ഫോറിൻ യൂണിവേഴ്സിറ്റീസ് കുറച്ച് ഡിഫിക്കൽട്ട് ആയിരിക്കും വരാൻ. എന്നാൽ അതേ കാലമൊക്കെ പ്രധാനം തന്നെയാണ്. അല്ല, ഓരോ സമയത്താണ് അത്. അല്ല, നമ്മൾ വളരെ മുൻപ് ആയിരുന്നു ഇവിടെ വിദ്യാഭ്യാസം സാർവത്രികമാവുന്നതിൻ്റെ ഒത്തിരി കാര്യങ്ങളുടെ മുമ്പേ അന്ന് പിന്നെ അങ്ങനെ ഒരു വ്യാപനം ഇല്ലാത്ത തരത്തിൽ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ വന്നാൽ ചിലപ്പം ഇതേപോലെ 100% എല്ലാ മേഖലയിലും ഹയർ എഡ്യൂക്കേഷൻ്റെ ഉൾപ്പെടെ വ്യാപനം ഉണ്ടാവണമെന്നില്ല. ഞാൻ പറഞ്ഞത് നമ്മൾ മുൻകാലത്ത് ഒരു കാര്യം ചെയ്തിരുന്നതിന് അതിന് ലോജിക്കുണ്ട്. അന്ന് അത് ചെയ്യാമായിരുന്നു എന്ന് പറയുന്നത് ഞാൻ എപ്പോഴും പറയുന്നുണ്ട്. പണ്ട് നിങ്ങൾ ട്രാക്ടറിനെതിരെ പറഞ്ഞില്ലേ, പണ്ട് നിങ്ങൾ കമ്പ്യൂട്ടറിനെതിരെ പറഞ്ഞില്ലേ എന്ന് പ്രതിപക്ഷം പലപ്പോഴും പറയുന്നില്ല. ഇതല്ല അദ്ദേഹം പറഞ്ഞല്ല, അദ്ദേഹം നമ്മളുമായിട്ട് അടുത്ത് സഹകരിച്ച് ഇതൊക്കെ പറയുന്നെങ്കിലും അദ്ദേഹത്തിന് ഏറ്റവും നല്ല പെർഫോമൻസ് എല്ലാം ഇടതുപക്ഷ ഗവൺമെൻറ്റുമായിട്ട് സഹകരിച്ചിട്ടുണ്ടായിരുന്നു, ഈ ടെക്നോ പാർക്ക് ഉൾപ്പെടെ. അതിനകത്ത് സംശയമില്ല. പക്ഷെ ഞാൻ പറഞ്ഞത് പണ്ട് 3000 പേര് തൊഴിലാളി പിന്നെ വയലിൽ കൃഷി ചെയ്യാൻ വന്ന് നിൽക്കുന്ന സമയത്ത് ട്രാക്ടർ വരാൻ പറ്റില്ല. പക്ഷെ ഇപ്പോൾ തൊഴിലാളികൾ അങ്ങനില്ല വയലിലെ കൃഷിക്ക്. അതുകൊണ്ട് ഞാൻ പണ്ട് 60കളിൽ ചെയ്തിരുന്ന സമരത്തിന് ഒരു കാരണവശാലും
നമ്മൾ ഇന്നത്തെ അവസ്ഥ വെച്ചിട്ടല്ല വിലയിരുത്തേണ്ടത് എന്നുള്ള പോയിന്റ് ഞാൻ പറഞ്ഞത്. എഡ്യൂക്കേഷൻ്റെ കാര്യത്തിൽ ഒരു കാലത്ത് എഡ്യൂക്കേഷൻ എന്നോട്ടാണ് എഡ്യൂക്കേഷൻ്റെ ഈ മാറ്റം ഉണ്ടായി തുടങ്ങിയത് കഴിഞ്ഞൊരു 10-15-20 വർഷത്തിനിടയിൽ. അപ്പോൾ ആ 20 വർഷത്തിനിടയിൽ നമുക്ക് ചിലപ്പം ചില കാര്യങ്ങൾ ഡിസ്കസ് ചെയ്യണം. ആ അതേ ഫാക്ടർ, അതേ ഇഷ്യൂവിൽ തന്നെ ഹയർ എഡ്യൂക്കേഷൻ്റെ കാര്യത്തിൽ ഈ പറഞ്ഞ പോലെ വിദേശ സർവകലാശാല, എനിക്ക് തോന്നുന്നു ഈ ബജറ്റിന് ശേഷമുള്ള ചർച്ചകളിൽ കാര്യമായി ഇടം പിടിക്കാവുന്ന ഒന്ന് അത് തന്നെയാണ്. അതുപോലെ തന്നെ ആ നിലയിലൊരു ഹയർ എഡ്യൂക്കേഷൻ ഹബ്ബ് എന്ന നിലയിലേക്ക് കേരളം പാകപ്പെട്ടിട്ടുണ്ടോ? എപ്പോഴും നമ്മൾ ഈ ചർച്ച കൊണ്ടുപോകുന്നത് ഇവിടുന്ന് കുട്ടികൾ പുറത്തേക്ക് പോകുന്നില്ല എന്നതിലേക്ക് കേന്ദ്രീകരിച്ച് നിന്നിട്ടാണ്. കേരളത്തിൻ്റെ ആ നിലയിലുള്ളൊരു വളർച്ചയും മാറ്റവും എത്രമാത്രം പ്രോഗ്രസീവാണ്, എങ്ങനെ നടക്കുന്നുണ്ട്? സാധാരണഗതിയിൽ ഒരു വിദേശ സർവകലാശാലയൊക്കെ വരുമ്പോൾ നോക്കുന്നത് എങ്ങനെയാണ് നമ്മുടെ പശ്ചാത്തലം എന്നുള്ളതാണ്. നമുക്കുള്ള സോഷ്യൽ ഡെവലപ്മെൻറ്റ് ഇൻഡിസസ് ആണ് ഏറ്റവും കൂടുതൽ നമുക്ക് അട്രാക്ട് ചെയ്യാൻ പറ്റുന്നത്. അതോടൊപ്പം തന്നെ ഈ ബജറ്റിൽ കുറച്ച് ഇൻസെൻറ്റീവ്സിനും കൂടി പറയുന്നുണ്ട്. നല്ല സർവകലാശാലകളെ, ടോപ്പ് ടയർ ആയിട്ടുള്ള സർവകലാശാലകളെ നമുക്ക് കൊണ്ടുവരാൻ പറ്റുകയാണെങ്കിൽ അപ്പോൾ അത് കേരളത്തിലെ കുട്ടികൾ മാത്രമല്ല പഠിക്കേണ്ടത്, ഇവിടെ സ്റ്റഡി ഇൻ കേരള എന്നുള്ളൊരു ഡിജിറ്റൽ യൂണിവേഴ്സിറ്റി പുറത്തുനിന്നുള്ള കുട്ടികളില്ലേ? ഡിജിറ്റൽ യൂണിവേഴ്സിറ്റിയിൽ അത് ഇപ്പോൾ അലൗഡ് അല്ല. കേരള സർവകലാശാലയിലുണ്ട് ഏതാണ്ട് 1800 കുട്ടികൾ കേരള സർവകലാശാല എല്ലാം കൂടെ കോളേജിൽ. നമ്മുടെ എഞ്ചിനീയറിംഗ് കോളേജിൽ പൊതുവെ കുട്ടികൾ കുറവാണ്. മെഡിക്കൽ കോളേജിൽ, സ്വകാര്യ മെഡിക്കൽ കോളേജിൽ ഉൾപ്പെടെ അഡ്മിഷനും കുറവാണ്. അതേസമയം മറ്റു സ്ഥലത്താണെങ്കിൽ മറ്റ് സ്റ്റേറ്റ്, ഞാൻ നേരത്തെ പറഞ്ഞ സ്റ്റേറ്റ് വിട്ട് പോയി കഴിഞ്ഞാൽ അങ്ങനെ പഠിക്കാൻ പറ്റില്ല. അപ്പോൾ കേരളത്തിൽ പഠിക്കാൻ പറ്റുമെങ്കിൽ ചിത്രയെ പറ്റും അല്ലേ? ചിത്ര എത്ര കുട്ടികളുണ്ട് എനിക്കറിയാവുന്ന കൂടുതലാകുമ്പോൾ നോർത്ത് ഈസ്റ്റ്, ബംഗാൾ എന്നൊക്കെയുള്ള ആളുകൾ ഉൾപ്പെടെ. അപ്പോൾ പഠിക്കാൻ പറ്റുമെന്ന് പറഞ്ഞാൽ ഏറ്റവും നല്ല കേന്ദ്രം ആളുകൾ വരും. ആളുകൾ വരട്ടെ, നല്ല കാര്യമല്ലേ? അപ്പോൾ അതിനുള്ള സംവിധാനം കൂടില്ല. നമുക്ക് ചില നിയമപരമായ, ഞാൻ ഫസ്റ്റിൽ തുടങ്ങുമ്പോൾ തന്നെ പറഞ്ഞതാണ്, നിയമപരമായി ഇത്തരം കുട്ടികൾ വരാൻ പറ്റുന്ന അന്തരീക്ഷം ഉണ്ടാക്കും. 10-20% കുട്ടികൾ, അങ്ങനെയുള്ള കുട്ടികൾ വന്നാൽ എനിവേ അതിൻ്റെ ഒരു ഫീ സ്ട്രക്ചറും മറ്റൊന്നൊക്കെ നമുക്ക് ഗുണം വരില്ല. എങ്ങനെ വേണമെന്നുള്ള പ്രായമായിട്ട് കേരള സർവകലാശാലയിലേക്ക് വന്നാൽ വിദേശ രാജ്യങ്ങളിലെ കുട്ടികൾ കാര്യമായിട്ടുണ്ട്. അതാണ് ഞാൻ മുമ്പ് പറഞ്ഞ കണക്ക്. അതുപോലെ കാലിക്കറ്റ് സർവകലാശാലയിലേക്ക് പോയാൽ ഈ കാലത്ത് മണിപ്പൂരിലെ കുട്ടികൾ ഒരുപാട് പേര് പഠിക്കാൻ 300-400 പേര് യൂണിവേഴ്സിറ്റി തന്നെ ഉണ്ട്. ഡോക്ടർ ജമീല, ഈ ഹയർ എഡ്യൂക്കേഷൻ ഇപ്പോൾ ഡോക്ടർ സജി ഗോപിനാഥ് പറഞ്ഞതുപോലെ, മിനിസ്റ്റർ വിശദീകരിച്ചതുപോലെ, നമുക്ക് എങ്ങനെയാണ് കുറെ കൂടി ആളുകളിൽ ഒരു വലിയ വിശ്വാസം ആർജിക്കാൻ വിധം മുന്നോട്ട് പോകാനാവുക? അത് ആ ഒരു ഇഷ്യൂവിന് ഈ ബജറ്റ് അഡ്രസ്സ് ചെയ്യുന്നത് എങ്ങനെയാണ്? ആ ഒരു ഇഷ്യൂ അഡ്രസ്സ് ചെയ്യാൻ ശ്രമിച്ചിട്ടുണ്ട് ഈ ബഡ്ജറ്റ്, തുടക്കം കുറിച്ചിട്ടുണ്ട്. അതൊരു വലിയ നേരത്തെ ഒരു പോളിസി ചേഞ്ച് വന്നിട്ടുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും നമുക്ക് ഫോറിൻ സ്റ്റുഡൻസിനെയും അതുപോലെ തന്നെ നമ്മുടെ എങ്ങനെയാണ് അത് കരിക്കുലം ഫ്രെയിം ചെയ്യുന്ന അനുസരിച്ചും നമ്മുടെ ഫാക്കൽറ്റിയുടെ മികവിൻ്റെയും ഒക്കെ അനുസരിച്ചിരിക്കും ആൾക്കാർ അട്രാക്റ്റഡ് ആവാൻ. അപ്പോൾ നമ്മുടെ ഇവിടുത്തെ ഒരു സ്റ്റുഡൻറ്റ് ഫോറിൻ യൂണിവേഴ്സിറ്റി പോകുന്ന നോക്കുമ്പോൾ ഏതാണ് സബ്ജക്റ്റ്, എന്താണ് അവരുടെ റേറ്റിംഗ് എന്താണെന്നൊക്കെ നോക്കിയിട്ടാണ് പോകുന്നത്. അപ്പോൾ അത്തരം ഒരു നിലയിലേക്ക് തീർച്ചയായിട്ടും കേരളത്തിന് വരാൻ പറ്റും. മറ്റു സ്റ്റേറ്റുകാർ എന്തായാലും ഈസി ആയിട്ട് വരാം. തീർച്ചയായിട്ടും മറ്റു സ്റ്റേറ്റിൽ നിന്ന് നമുക്ക് വളരെയധികം പെട്ടെന്ന് തന്നെ അട്രാക്ട് ചെയ്യാൻ പറ്റും. ഈ വിദ്യാഭ്യാസത്തോടൊപ്പം തൊഴിലും ചെയ്യുക എന്ന നിലയിലേക്കുള്ളൊരു ഫ്രെയിംവർക്ക് യഥാർത്ഥത്തിൽ സർക്കാരിൻ്റെ ആലോചനയിൽ കാര്യമായി നടന്നു വരുന്നുണ്ട്. ബജറ്റിൽ ആ ഒരു ആശയത്തെ പരാമർശിച്ചിട്ടുണ്ടോ എന്ന് എനിക്ക് കഴിഞ്ഞ പ്രാവശ്യമുണ്ട്, ഇത്തവണ അത്. പക്ഷേ അത് ഏതാണ്ട് അതിനോട് അടുത്ത് നിൽക്കുകയാണ് അല്ലേ? അധികം വൈകാതെ ആ നിലയിലേക്ക് വരുന്നു. അപ്പോൾ ഹയർ എഡ്യൂക്കേഷനിലേക്ക് കുറച്ച് പേരൊക്കെ തുടങ്ങി. അതെ, പക്ഷേ അത് ഹയർ എഡ്യൂക്കേഷൻ്റെ അകത്ത് നമ്മൾ നാഷണൽ എഡ്യൂക്കേഷൻ പോളിസി കൊണ്ടുവരുന്നുണ്ടോ? NEP ചില കാര്യങ്ങളോട് നമുക്ക് യോജിപ്പില്ല. എന്ന് പറഞ്ഞാൽ നാഷണൽ എഡ്യൂക്കേഷൻ്റെ എല്ലാ കാര്യവും അംഗീകരിക്കില്ല. ചില കാര്യങ്ങൾ അവർ പറയുന്നതിനകത്ത് പിന്നെ പോളിസിപരമായിട്ട് യോജിക്കാൻ പറ്റും. പഠിക്കുമ്പോൾ അവർക്ക് ബ്രേക്ക് ചെയ്തിട്ട് മാറി വർക്ക് ചെയ്യാൻ അതുപോലുള്ള കാര്യങ്ങളിലൊന്നും അല്ല. അതുപോലുള്ള വേറെ ചില കണ്ടന്റ് വൈസ് കാര്യങ്ങളുണ്ട്. അപ്പോൾ ക്വാളിറ്റി ഓഫ് എഡ്യൂക്കേഷൻ, അതിലേക്ക് കൂടുതൽ ആളുകളെ ആകർഷിക്കാൻ കഴിയുക എന്ന് പറയുന്ന ഒരു വിഷയത്തിലേക്ക് നമ്മുടെ ഫോക്കസ് കൂടുതൽ മാറിയിട്ടുണ്ടോ? തീർച്ചയായും ഉണ്ട്. ഉന്നത വിദ്യാഭ്യാസ ഹബ്ബായി മാറ്റുക എന്ന് പറയുന്നതിൽ ഒരു വലിയ പങ്ക് ഉണ്ട്. നമ്മൾ ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം നടക്കുമ്പോഴും ഒരു വിഷമം ഒരു വിദ്യാർത്ഥി അല്ലെങ്കിൽ വിദ്യാർത്ഥി സുഹൃത്തുക്കൾ അടക്കമുള്ള ആ പ്രായത്തിലുള്ള ഒരാളെന്ന തലത്തിൽ ഒരു വിഷമം എന്ന് പറയുന്നത് നമുക്കിതിനൊക്കെ ഉള്ളൊരു കണക്ടിവിറ്റി കൂടി നമ്മുടെ സംസ്ഥാനത്തിനുള്ളിൽ ഉണ്ടാകണമെന്നതാണ്. ഇപ്പോൾ ഈ സൂചിപ്പിച്ചതുപോലെ വിവിധ സ്ഥലങ്ങളിലായിരിക്കും ഉന്നത വിദ്യാഭ്യാസ ഹബ്ബായി ഏതെങ്കിലും ഒരു ജില്ലയോ അല്ലെങ്കിൽ ഒരു പ്രദേശമോ ആയിരിക്കില്ല മാറുന്നത്. സംസ്ഥാനത്തുടനീളം അത്തരം സംഗതികൾ ഉണ്ടാകുമ്പോൾ അവിടെ എല്ലാം എത്തിപ്പെടാൻ കേരയിൽ പോലെയുള്ള ഒരു കണക്ടിവിറ്റി കൂടി നമുക്ക് ഉണ്ടാകണം എന്നതാണ് ഏറ്റവും അത് ആശങ്കാജനകമായി നിലവിൽ ഇപ്പോഴും നിൽക്കുന്ന ഒന്നാണ്. അല്ലെങ്കിൽ അഡ്രസ് ചെയ്ത CSR വളരെ ഡിഫറെൻ്റ് ആയിട്ടുള്ള എല്ലാ മേഖലയും, ഹെൽത്ത് ആണെങ്കിലും എഡ്യൂക്കേഷൻ ആണെങ്കിലും CSR ഫണ്ടിങ് ആണെങ്കിലും അല്ലെങ്കിൽ ഈ പറഞ്ഞ ബിസിനസ് ഇൻഡസ്ട്രിയൽ ഇൻവെസ്റ്റ്മെന്റ്സ് എല്ലാം ഈ കണക്ടിവിറ്റിയെ ബേസ് ചെയ്ത് തന്നെ ആയിരിക്കും മുന്നോട്ടിനി പോകുന്നത് എന്നത് എക്കണോമി പ്രശ്നം കൂടെ ഉണ്ട് അതിനകത്ത്. ഞാൻ അതിനകത്ത് ഒരു കാര്യം കാണുന്നത്, കേരളത്തിൽ നിന്നൊരു
10,000 പേര് വിദേശ സർവകലാശാലയിൽ പഠിക്കാൻ പോയാൽ ഏകദേശം 3,000 കോടി രൂപ മിനിമം ഒരു വർഷം പോകും. അപ്പോൾ ഒരു 10,000 കോടി രൂപ കഴിഞ്ഞ 1-2 വർഷമായി പോകുന്നുണ്ട് ഒരു വർഷം. ഇത് കേരളത്തിൻ്റെ മാത്രം പ്രശ്നമല്ല എന്നുള്ളതാണല്ലോ. ആ 13 ലക്ഷം ഇന്ത്യയിൽ നിന്നാകെ പോകുന്നുള്ളത്. നമ്മൾ വിചാരിക്കുന്നത് കേരളത്തിൽ നിന്ന് പോവാണെന്ന് പ്രതിപക്ഷമൊക്കെ പറയും. അതൊരു പൊളിറ്റിക്കൽ ആയിട്ട് അവർ പറയുന്നതാണ്. 2029 ആയിട്ടുണ്ട്. അല്ല, ഞാൻ പറഞ്ഞ ഈ ഇന്ത്യയിൽ നിന്ന് ഇത്രയും പോകുന്നുണ്ട്. അപ്പോൾ ഏറ്റവും കൂടുതൽ പോകുന്നത് ഹരിയാന എന്നൊക്കെയാണ്. അല്ല, ഏറ്റവും കൂടുതൽ പോകുന്നത് മഹാരാഷ്ട്ര എന്നാ. അപ്പോൾ കേരളം 5-ാമത് ആകെ ഉള്ളതിൻ്റെ 4%. പക്ഷേ ഞാനതിൻ്റെ എക്കണോമിയുടെ സൈഡാണ് പറഞ്ഞത്. ഈ രക്ഷകർത്താക്കൾ കുട്ടികൾ പഠിക്കാൻ പോകുമ്പോൾ 30 ലക്ഷം രൂപ 40 ലക്ഷം രൂപ ഒരു വർഷത്തേക്ക് കൊടുക്കും. അല്ലെങ്കിൽ പിന്നെ ഈ പോകുന്നതിനകത്ത് കുറേ ആളുകൾ എല്ലാം പോകുന്നത് നിർത്താൻ പറ്റില്ല. കാരണം കുറേ ആളുകൾ ജോലിക്കായിട്ട് തന്നെ പോകുന്നതാണെന്നുള്ളത് മനസ്സിലാക്കണം. അല്ലാതെ അവിടെ പോയിട്ട് ഇത് കഴിഞ്ഞാൽ പഠിക്കാനല്ല. അതും ഇപ്പം ഇനി തിരിച്ചു തുടങ്ങും. കാനഡയിൽ നിന്നൊക്കെ അവിടെ സാച്ചുറേഷനായി, ഇംഗ്ലണ്ടിൽ സാച്ചുറേഷനായി, അതുകൊണ്ട് തിരിച്ചു വരും. പക്ഷേ പ്രശ്നം ഈ 3,000 കോടി ഒരു വർഷം, അല്ലെ 5,000 കോടി ഒരു വർഷം പോകുന്നിരിക്കട്ടെ, 5,000 കോടി നമ്മുടെ കമ്പോളത്തിൽ ഇറങ്ങുമ്പോഴാണ്. ആ 5,000 കോടിയുടെ പിടുത്തം 5,000 കോടി ഒരു 20,000 കോടി ആയിട്ടെങ്കിലും മാറുമല്ലോ. പലതരത്തിൽ ചിലവായി 5,000 പേര് പോകുമെന്ന് പറഞ്ഞാൽ 2,500 കാറ് മേടിക്കുന്നതായിരിക്കും ചിലപ്പോൾ ഈ രക്ഷകർത്താവ്. അതിൽ പകുതി ആൾ കാറ് മേടിക്കാതിരിക്കുക, വേറെ കുറേ പേര് വീട് വെക്കാതിരിക്കുക, കുറച്ച് പേര് ഫ്ലാറ്റ് മേടിക്കാനുള്ള പൈസ പുറത്തോട്ട് പോയി. അപ്പം അങ്ങനെ പോയി കഴിയുമ്പോഴത്തേക്ക് നിങ്ങൾ ഈ റിയൽ എസ്റ്റേറ്റ് കാര്യത്തിനകത്ത് ആ പ്രശ്നമുണ്ട്. അപ്പോൾ ഇതൊക്കെ പ്രശ്നമാണ്. നമ്മുടെ നാട്ടിലേക്ക് നല്ല ഏറ്റവും സ്വിറ്റ്സർലൻഡിന് തുല്യമായിട്ട് ഉള്ള ലാൻഡ്സ്കേപ്പ് നമുക്ക് ചിലയിടത്തുണ്ട്. നല്ല ഭൂമിയുണ്ട്, നല്ല കാലാവസ്ഥയുണ്ട്, സാമാന്യം നല്ല എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ള ഒരു എക്സ്പീരിയൻസ് ഉള്ള ആളുണ്ട്. അപ്പോൾ ഈ ഒരു ധനകാര്യ കാര്യത്തിൽ നോക്കുമ്പോഴത്തേക്ക് നമ്മുടെ ഈ ഫ്ലോയും ഒരു പ്രശ്നം തന്നെയാണ്. അങ്ങനെ പോകാൻ പാടില്ല. അപ്പോൾ ഇവിടുത്തെ യൂണിവേഴ്സിറ്റികളിൽ ആളുകൾ പുറത്തുനിന്ന് വന്ന് പഠിക്കുകയാണെങ്കിൽ ഇവിടെ വരുന്നൊരു ഇൻവെസ്റ്റ്മെൻറ്റും ഒക്കെ ഉണ്ട്. 30 വർഷം മുമ്പ് ഞാൻ വിദ്യാർത്ഥി സംഘടനയുടെ ഭാരവാഹിയായിരുന്ന ഒരാളെന്ന നിലയിൽ 30 വർഷം മുമ്പുള്ള സിറ്റുവേഷൻ അല്ല ലോകത്തും ഇന്ത്യയിലും എന്നുള്ളതും കൂടെ തിരിച്ചറിഞ്ഞിട്ട്, അല്ലാതെ ഇങ്ങനെ ഒരു ഗവൺമെൻറ് വന്നുകൊണ്ട് മാത്രം പറയുന്നതല്ല. ഞാൻ പറഞ്ഞത് ഈ വ്യത്യാസമുണ്ട്. ഇവിടുന്ന് ഇങ്ങനെ സാധാരണ ഇപ്പം നമുക്ക് തന്നെ അറിയാം. ഞാൻ അവിടെ വരെ പോയിട്ട് ഇപ്പം അവിടെ കടമെടുത്താ പോകുന്നത് വീട് അവര് ഈ സ്റ്റേറ്റ് ലെവൽ ബാങ്കിങ് കമ്മിറ്റി പറയുന്നത് മോർ ദാൻ 10,000. ഇപ്പം നമ്മളിവിടുന്ന് കഴിഞ്ഞ വർഷം പോയത് സാന്റാ മോണിക്കയുടെ ഫിഗേഴ്സ് വെച്ച് 60,000 സ്റ്റുഡൻസ് പോയി. ഈ വർഷം ഏകദേശം 1 ലക്ഷം സ്റ്റുഡൻസ് പോയിക്കൊണ്ടിരിക്കുക. അതിപ്പോൾ 70,000 കഴിഞ്ഞു. ഈ സ്റ്റുഡൻസിനെ പിടിച്ചു നിർത്തണമെങ്കിൽ 2-3 കാര്യങ്ങളുണ്ട്. ഒന്ന്, അവരവിടെ പോകുന്നത് എന്താണ്, ഫോറിൻ ഡിഗ്രി എടുക്കാൻ. നമ്മളിവിടുത്തെ യൂണിവേഴ്സിറ്റീസ് അതുപോലെ അപ്ഗ്രേഡ് ചെയ്തേ പോയി. കാര്യം ഇവിടെ അങ്ങനെ റെപ്യൂട്ടഡ് ആയിട്ടുള്ള ടോപ്പ് 10 ടോപ്പ് 15. ഞാൻ പറഞ്ഞു ഫോറിൻ ഡിഗ്രി എന്നൊക്കെ പറയുന്നത് 20% കൂട്ടിയാൽ മതി. എംപ്ലോയ്മെന്റ് ഒന്ന്. അനുബന്ധമായിട്ട് മിനിസ്റ്റർ ഒരു കാര്യം ബഡ്ജറ്റിൽ തന്നെ പറയുന്നൊരു കാര്യമുണ്ട്. അനുബന്ധമായൊരു സാധ്യതയുടെ കാര്യം മിനിസ്റ്റർ പറഞ്ഞിട്ടുണ്ട്. അതായത് ഇതുകൊണ്ട് തന്നെ കെയർ ഇക്കോണമിയുടെ ഒരു സാധ്യത വല്ലാതെ നമ്മൾ ഡെവലപ്പ് ചെയ്ത് വരുന്നത്. അപ്പോൾ ഈ 5,000 കോടി രൂപ പുറത്തേക്ക് ഒഴുകുന്നുണ്ടെങ്കിൽ അത്രയും അതിലപ്പുറത്തേക്കൊരു സാധ്യത നമുക്ക് ഇവിടെ അതിനേക്കാൾ കൂടുതൽ സാധ്യത ഇവിടെ ഉയർന്നു വരുന്നു. മിസ്റ്റർ, അതിനകത്ത് എന്നെ ഏറ്റവും ആകർഷിച്ചൊരു കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വിദേശത്തു നിന്ന് പോലും ആളുകളെ ഇവിടെ കൊണ്ടുവന്ന് നമുക്ക് സംരക്ഷിക്കാൻ കഴിയുന്ന സംവിധാനം. തീർച്ചയായിട്ടും കേരളത്തിന് അതിന് വലിയ സാധ്യത. പ്രോബ്ലം എന്താ യൂണിവേഴ്സിറ്റീസിന്റെ റാങ്കിങ്ങിന്റെ അകത്ത് നമ്മൾ ടോപ്പ് 10 ഓഫ് ടോപ്പ് 15 ആയേ പറ്റൂ. അല്ലാതെ നമ്മൾ ആൾക്കാർ വരുമ്പോൾ റാങ്കിങ് ഇല്ലാതെ ഒരു യൂണിവേഴ്സിറ്റി അതൊക്കെ ആവുന്നതിനുള്ള ശ്രമമുണ്ട്. ഞാൻ വിദേശത്തുനിന്ന് ഇംഗ്ലണ്ടിൽ പഠിക്കുന്ന വിദ്യാർത്ഥികളെല്ലാം ഇങ്ങനെ പെട്ടെന്ന് വരിക എന്നുള്ളത് നമ്മൾ അങ്ങനെ ഡോക്ടർ ഗോവിന്ദൻ, അതായത് കേരളത്തിന്റെ ഇപ്പോഴത്തെ പൊതുവായ പല പ്രശ്നങ്ങളെയും ഇഷ്യൂസിനെയും അഡ്രസ് ചെയ്യുന്നുണ്ടോ ഈ ബജറ്റും? തീരാറായി. നമ്മുടെ ഈ സ്വർണ്ണ മേഖലയെ പറ്റി ഞാൻ പറയാം. അതിൽ ഇപ്പം നാഷണൽ ലെവലിൽ ഇവിടെ കേരളത്തിൽ EVA ബിൽ സിസ്റ്റം കൊണ്ടുവരാൻ പോവുകയാണെന്നൊരു തീരുമാനിച്ചിട്ടുണ്ട്. നാഷണൽ ലെവലിൽ ആ EVA ബില്ലിലേക്ക് എക്സംഷനാണ്, വേണ്ട എന്നുള്ള രീതിയാണ്. പക്ഷേ കേരളത്തിൽ കൊണ്ടുവരാൻ പോകുന്നുള്ളൊരു ന്യൂസുണ്ട്. അതിനെപ്പറ്റി പ്രാഥമിക ചർച്ചകളൊക്കെ കഴിഞ്ഞു. ഇംപ്ലിമെൻ്റ് ചെയ്യാനുള്ള നിയമങ്ങളും ആയിക്കൊണ്ടിരിക്കുകയാണ്. എനിക്കൊരു സജഷൻ മാത്രമേ ഗവൺമെൻറ്റിലേക്ക് അങ്ങോട്ട് പറയാനുള്ളൂ. ഇത് കൊണ്ടുവരുമ്പോൾ ഇത് ഏറ്റവും കൂടുതൽ അഫക്റ്റ് ചെയ്യുന്ന ചെറുകിടക്കാരായ സ്വർണ്ണ തൊഴിലാളികളാണ്. അവരെ സംരക്ഷിച്ചിട്ടുള്ള രീതിയാണ് കൊണ്ടുവരേണ്ടത്. ഇപ്പം എൻ്റെ കണക്ക് എനിക്ക് കിട്ടിയ ഇൻഫർമേഷൻ അനുസരിച്ച് 2 ലക്ഷത്തിനും 5 ലക്ഷത്തിനും മേലെയുള്ള സ്വർണ്ണാഭരണങ്ങൾക്കാണ് EVA ബിൽ സിസ്റ്റം കൊണ്ടുവരാൻ പോകുന്നതെന്ന് കേട്ടു. പക്ഷേ തീർച്ചയായിട്ടും അത് കൊണ്ടുവരാൻ പാടില്ല. എൻ്റെ മാത്രമല്ല അസോസിയേഷൻ്റെ ചെറുകിടക്കാരുടെ ഏകദേശം
15,000-ഓളം വരുന്ന ചെറുകിട അസോസിയേഷൻ്റെ ആളാണ് ഇത്. ചെറുകിട അസോസിയേഷൻ അതേ ആശങ്ക പ്രതിഫലിപ്പിച്ചതാണ്. വൻകിടക്കാര് 100 പേരെ വിട്ടിട്ടുള്ള കാര്യം പറയുന്നത്. ബാക്കിയുള്ള ചെറുകിടക്കാർക്ക് വേണ്ടിയിട്ടാണ് 14,900 പേരുടെ ചെറുകിടക്കാരാണ്. അവരെ സംബന്ധിച്ചിടത്തോളം അതിന് പ്രാഥമികമായിട്ട് ഭയങ്കരമായിട്ടുള്ള ഒരു ബുദ്ധിമുട്ടുള്ള പരിസ്ഥിതി ഒരു നിയമം കൊണ്ടുവരാൻ പാടില്ല. അത് 20 ലക്ഷം. ഈ വേദി വെച്ച് പറയട്ടെ, ഈ സ്വർണത്തിന്റെ കാര്യത്തിലൊക്കെ കുറെ കൂടി നികുതി വരേണ്ടതാണെന്നാണ് ഗവൺമെന്റ് അഭിപ്രായം. എൻ്റെ അഭിപ്രായം അതാ. അത് ശരിയാണ്, തീർച്ചയായിട്ടും ആണ്. അപ്പൊ അത് കിട്ടുക എന്നുള്ളത് വളരെ തീർച്ചയായിട്ടും കിട്ടും, തീർച്ചയായിട്ടും കിട്ടും. ഇത് അത് കിട്ടുന്നില്ല എന്നുള്ള നിരാശയാണ്. 20 ലക്ഷത്തിന്. അപ്പൊ എന്തുകൊണ്ടാണ് ഈ വേ ബിൽ? ഇത് ഇന്റർ സ്റ്റേറ്റ് അല്ല, ഇൻട്രാ സ്റ്റേറ്റേ ഉള്ളൂ, സ്റ്റേറ്റിനകത്തേ ഉള്ളൂ. ഓക്കെ. ഏറ്റവും സാധാരണക്കാരായ ആളുകൾ പണിഞ്ഞ് സ്വർണം കൊണ്ടുവരുന്ന അവരെയൊന്നും ബാധിക്കുന്ന തരത്തിൽ നടപ്പിലാക്കത്തില്ല. ലക്ഷം ഏതെന്നുള്ളതല്ല, നിങ്ങളവിടെ നിങ്ങൾക്കല്ല, ചെറിയൊരു സ്ഥലത്താണെങ്കിൽ അതിൻ്റെ ഒരു സംവിധാനം മതിയല്ലോ. അതിനൊന്നും പിടിക്കത്തക്ക അസോസിയേഷൻ ആൾക്കാരോട് സംസാരിക്കണം, നിയമം നടപ്പാക്കുന്നതിന് മുമ്പ് കൊണ്ടുവരണം എന്നാണ് എൻ്റെ അഭിപ്രായം. പിന്നെയുള്ളത് ഈ ചോർച്ചയെ പറ്റിയാണ് ഞാൻ പറയുന്നത്. അത് കഴിഞ്ഞ ഓരോ കൊല്ലമായിട്ടും ഒന്ന് രണ്ട് പോയിന്റ് കൂടി മിനിസ്റ്റർ, അതായത് സ്ത്രീ സമീപനം ഈ ബജറ്റിനെ സംബന്ധിച്ച് ഡോക്ടർ ജമീല, അതിനുശേഷം ഗായത്രി. ഒരു പരാതിയുള്ളത് ഇന്ന് മിനിസ്റ്ററുടെ സ്പീച്ചിനകത്ത് ജെൻഡർ ബഡ്ജറ്റിംഗ് എന്ന് പറഞ്ഞിട്ട് പ്രത്യേകം എടുത്തു പറയാത്ത ഒരു കാര്യം. വാർത്താസമ്മേളനത്തിൽ വന്നിരുന്നു. അങ്ങനെയാണെങ്കിൽ ഞാൻ ഹൈലൈറ്റ് ചെയ്ത് പറയേണ്ടത് എൻവയോൺമെന്റ് ബഡ്ജറ്റ് ആദ്യമായിട്ട് ഇന്ത്യയിൽ ആദ്യമായിട്ട് എൻവയോൺമെന്റ് ബഡ്ജറ്റ് അതും പറഞ്ഞില്ല. കാരണം അത് ശതമാനം അത് പറയാമായിരുന്നു. കാരണം സ്ത്രീകൾക്ക് ഉള്ള പ്രത്യേക ബഡ്ജറ്റ് എന്നുള്ള നില. പക്ഷെ ഇതിനകത്ത് എല്ലാ പ്രോഗ്രാംസിനകത്തെല്ലാം കാര്യമായിട്ട് എല്ലാം അഡ്രസ്സ് ചെയ്തിട്ടുണ്ട്, എല്ലാത്തിലും ഉണ്ട്. അപ്പോൾ നമ്മുടെ സംസ്ഥാനം മാത്രമാണ് ഇത്രയും ശതമാനം ഫണ്ട് സ്ത്രീ ബഡ്ജറ്റായിട്ട് മാത്രമായിട്ട് ജെൻഡർ ബഡ്ജറ്റിങ്ങിന് മാറ്റി വയ്ക്കുന്നത്. അപ്പോൾ പ്രത്യേകിച്ച് സ്ത്രീകളുടെ ആരോഗ്യ പ്രശ്നം, സ്ത്രീകളുടെ സുരക്ഷ, സാമൂഹിക ആവശ്യങ്ങളെല്ലാം അഡ്രസ്സ് ചെയ്യുന്ന പ്രശ്നങ്ങളുണ്ട്. നേരത്തെ നമ്മളിവിടെ പറഞ്ഞ പോലെ കെയർ ഹോംസ് ഉണ്ടാകുമ്പോഴും അതും സ്ത്രീകൾക്ക് വേണ്ടിയിട്ട് തന്നെയാണ്. അപ്പോൾ സ്ത്രീകളെ കാര്യമായിട്ട് പരിഗണിക്കുന്ന ബഡ്ജറ്റ് തന്നെയാണ്. പക്ഷെ പ്രത്യേകമായി എടുത്ത് പറഞ്ഞിട്ടില്ല പരാതിയുണ്ട്. പ്ലസ് തദ്ദേശം ഏതാണ്ട് 8,000-ൽ പരം കോടി രൂപ ധനകാര്യ തദ്ദേശഭരണ മന്ത്രി വളരെ ആഹ്ലാദഭരിതനായി എഴുതുകയും ചെയ്തു FB പോസ്റ്റ്. അതിൽ ഏറ്റവും സന്തോഷം 14,500 കോടി ഉണ്ട്. അതിൽ ഏറ്റവും സന്തോഷം തിരുവനന്തപുരത്തിന് നഗരവികസനത്തിന് ഏകദേശം 1000 കോടി രൂപ മാറ്റിവെക്കുന്നു. തിരുവനന്തപുരത്തിനും കോഴിക്കോടിനും മെട്രോ എന്ന് പറയുമ്പോൾ തിരുവനന്തപുരത്തിന് പ്രത്യേകമായി ആഹ്ലാദിക്കാനും വകയുണ്ട്. തിരുവനന്തപുരം നഗരസഭയെ പ്രതിനിധീകരിക്കുന്നു എന്ന നിലയിൽ ഏറ്റവും സന്തോഷമുള്ള കാര്യം. ഇവിടെ സ്ത്രീകളെ സംബന്ധിച്ച് ഒരു കാര്യം കൂടി ഞാൻ സൂചിപ്പിക്കാം. സ്ത്രീ സുരക്ഷയ്ക്ക് പ്രത്യേകമായി 10 കോടി വകയിരുത്തിയതായും ഇവിടെ സൂചിപ്പിച്ചിരുന്നു. അതോടൊപ്പം എനിക്ക് തോന്നുന്നു എല്ലാവരും ശ്രദ്ധിക്കേണ്ട ഒന്നാണ് ലിഫ്റ്റ് എന്ന് പറയുന്ന പുതിയ പദ്ധതി കുടുംബശ്രീ വഴി നടപ്പാക്കാൻ തീരുമാനിച്ചത്. ശരിക്കും സ്ത്രീകളെ വലിയ തോതിൽ സഹായിക്കാൻ പോകുന്ന ഒരു പദ്ധതി കൂടിയാണ് എന്നുള്ളത്. ഡിജിറ്റൽ യൂണിവേഴ്സിറ്റിക്ക് 2 പുതിയ പ്രാദേശിക കേന്ദ്രങ്ങൾ എന്നതുപോലുള്ള ആശയങ്ങൾ, 3 കേന്ദ്രങ്ങൾ, അതിൻ്റെ ഒരു സാധ്യത തീർച്ചയായിട്ടും. ഇപ്പോൾ ഡിജിറ്റൽ യൂണിവേഴ്സിറ്റി എക്സ്പാൻഷൻ എന്ന് പറയുന്നത് നമുക്ക് കേരളത്തിൽ എല്ലായിടത്തും വേണം എന്നുള്ളത് കൊണ്ടാണ്. അപ്പോൾ അതിനാണ് അതിൻ്റെ വേണ്ടിയിട്ടാണ് ഈ നമ്മളൊരു ഫണ്ടിങ് ഒരു ഗവൺമെൻറ്റിൻ്റെ ഇൻട്രസ്റ്റ് സപ്പോർട്ട് എന്നുള്ള രീതിയിൽ ചോദിച്ചിട്ടുള്ളത്. ഇവിടെ ശ്രീ ജി വിജയരാഘവൻ ബജറ്റ് അവതരിപ്പിച്ചിട്ട് പിറ്റേ ദിവസം കേന്ദ്രത്തിനെതിരെ സമരം ചെയ്യാൻ ദില്ലിക്ക് പോകുന്ന ഒരു ധനകാര്യമന്ത്രി കൂടിയാണ് നമ്മുടെ കൂടെ ഉള്ളത്. അങ്ങനൊരു വലിയ കോണ്ടെക്സ്റ്റ് കേരളത്തിൻ്റെ ഈ ബജറ്റിൻ്റെ കാലത്തുണ്ട്. കേരളത്തിൻ്റെ ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ട് സമരം ചെയ്യുന്നതിലൊരു പ്രോബ്ലം ഇല്ല, ചെയ്യണം, കുഴപ്പമില്ല. അതിൻ്റെ അകത്ത് ഇത്രയേ ഉള്ളൂ, നമ്മുടെ സൈഡിൽ നമ്മൾ ക്ലിയർ ആക്കുക. നമ്മുടെ സൈഡ് ക്ലിയർ അല്ലേ? അല്ല, നമ്മുടെ സൈഡിൽ ചില കാര്യങ്ങൾ ക്ലിയർ അല്ല, ചില കാര്യം ക്ലിയറാണ്. പക്ഷേ നമുക്ക് കിട്ടാനുള്ളത് നമുക്ക് കിട്ടണം, അതിനുവേണ്ടി സമരം ചെയ്യുന്നതിന് യാതൊരു കുഴപ്പമില്ല. അത് ഐ ഡോണ്ട് തിങ്ക് ദർ ഇസ് എ പ്രോബ്ലം ദർ. എനിക്കിതിൻ്റെ അകത്തുള്ള ഒരു കാര്യം കൂടെ ഉള്ള ഈ റിസോഴ്സ് മൊബിലൈസേഷനിൽ അതിൻ്റെ അകത്ത് മിനിസ്റ്റർ എനിക്ക് തോന്നുന്നു അഡീഷണൽ ഒരു 12,000 crores സംതിങ് വരുന്നുണ്ട്. അഡീഷണൽ 120,000 ഇല്ല, റിസോഴ്സ് ടാക്സിനകത്ത് ഒരു 1,000 അടുത്ത്. അതൊന്ന്. രണ്ടാമത്തെ ഒരു ഇതിൻ്റെ അകത്ത് അത് നോൺ ടാക്സ് റവന്യൂ. ഇപ്പൊ ഈ നോൺ ടാക്സ് റവന്യൂ അല്ലേ നമ്മൾ നികുതി വരുമാനത്തിൽ 7,745 പ്രോബ്ലം ഞാൻ കണ്ടത് രൂപയുടെ നികുതിയേതര വരുമാനത്തിൽ 1,503 കോടി. പുതിയ ടാക്സുകൾ. ഞാൻ പറഞ്ഞ ഒരു ഇതിൻ്റെ ഒരു ഇതുള്ളത് ഈ ചെലവ് ചുരുക്കാൻ ചില സ്ഥലങ്ങളുണ്ട്, അതിനെപ്പറ്റി തൊടുന്നില്ല. ഇതിന് പല ഡിസ്കഷനിലും വന്നൊരു കാര്യമാണ് ഈ പെൻഷൻസ്. നമ്മൾ ചെറിയ പെൻഷൻ കിട്ടുന്ന ആൾക്ക് ഡ്യൂപ്ലിക്കേറ്റ് പെൻഷൻ ഇല്ലാതെ നമ്മൾ ഒരുപാട് കാര്യങ്ങൾ ചെയ്തു. അതായത് 1,600 രൂപ ഒരാളിന് ഒരിടത്ത് കിട്ടുന്ന വേറൊരിടത്ത് 1,000 രൂപ കിട്ടാതിരിക്കാൻ വേണ്ടി ചെയ്തിട്ടുണ്ട്.
പക്ഷേ ഞാൻ ഒരു എക്സാമ്പിൾ പറയാം. ഒരു ഗവൺമെൻറ്റിൽ എയ്ഡഡ് സ്കൂളിൽ ജോലി ചെയ്തുകൊണ്ടിരുന്ന ഒരു അധ്യാപകൻ അല്ലെങ്കിൽ കോളേജ് ജോലി ചെയ്തുകൊണ്ട് 2 പെൻഷൻ ഉണ്ടെന്നുള്ള ആ ഡബിളല്ല, ചിലപ്പോൾ ട്രിപ്പിൾ പെൻഷനായിട്ട് മാറുന്നുണ്ട് ഒരാളിന്. 3 പെൻഷൻ വരെ കിട്ടും. കാരണം ഗവൺമെന്റിൽ ജോലി ചെയ്യുന്ന വ്യക്തിപരമായ എൻ്റെ അഭിപ്രായം അത്തരത്തിലുള്ള 2 പെൻഷനുകൾ നിർത്തണമെന്നാണ്. ഒരു പെൻഷനാക്കുക, ഗോ വിത്ത് ഹയർ. ആവശ്യമില്ലാതെ ആവശ്യമായ ചർച്ചകൾക്ക് ശേഷം നടപ്പാക്കാൻ പറ്റും. അതാണൊരു നമ്മുടെ സംവിധാനം. കാരണം ഒരാൾ സർവീസിലാണ്, അവരുടെ പാർട്ട്ണർ മരിച്ചു, കറക്റ്റ്, ആ പെൻഷന് ഈ ശമ്പളം കൂടെ കിട്ടും. അല്ലെങ്കിൽ നല്ല ശമ്പളം 50,000 രൂപയ്ക്ക് മേളിൽ പെൻഷനാണ്, വേറൊരു പെൻഷനൂടെ കിട്ടും. അത് വാസ്തവത്തിൽ അതൊരു ഇത് ഉച്ചയ്ക്ക് മണി കെട്ടാനായിട്ടുള്ള ആര് മണി കെട്ടും ഇതുപോലെ കാര്യങ്ങൾ. പക്ഷേ നാട്ടിൽ പറയാതിരിക്കാൻ പറ്റില്ല അത്തരം കാര്യങ്ങൾ. നമ്മളിപ്പോൾ ഇന്ന് പെൻഷൻ്റെ കാര്യം തന്നെ പങ്കാളിത്ത പെൻഷൻ്റെ കാര്യത്തിൽ മാറ്റി ഒരു രാഷ്ട്രീയ പെൻഷൻ പറഞ്ഞു. കാരണം ഒരു പെൻഷനും കിട്ടാതിരിക്കുന്ന അവസ്ഥ ശരിയല്ല. അതാണല്ലോ പങ്കാളിത്ത പെൻഷൻ യാതൊരു ഗ്യാരണ്ടി ഇല്ല. ഒരു ഗഡു DA ഇപ്പോൾ കൊടുക്കുന്നതോടെ സർക്കാർ ജീവനക്കാരും പെൻഷൻകാരും ഒരു അത്യാവശ്യം ഹാപ്പിയാവും. ഒരു ഗഡു അതല്ലാത്ത ഒറ്റ കാര്യമുള്ളൂ. നമ്മൾ DA ഒന്നും കൊടുക്കാതിരിക്കുന്ന സമയമല്ല. ഇവിടെ ഒന്നും കൊടുക്കത്തില്ല. നമ്മുടെ അത്തരം പണത്തിൻ്റെ ഈ പറഞ്ഞ 57,000 കോടി രൂപ ഏകദേശം അത്ര ഇല്ലയെന്ന് പ്രതിപക്ഷം പറയുന്നുണ്ട്. പക്ഷേ ഞാൻ കണക്കുകൾ വെച്ചാൽ പറഞ്ഞു, അതിൻ്റെ ഒരു ഭാഗം കിട്ടിയാൽ തന്നെ നമുക്ക് ഇത്തരം വലിയ ബാധ്യതകളൊന്നും ഇപ്പില്ല. പക്ഷേ അപ്പോഴും പെൻഷൻ സമയത്ത് കൊടുക്കുന്ന ഒരു അഷുറൻസ് കൂടി ബജറ്റിൻ്റെ സ്പീച്ചിൻ്റെ ഭാഗമായിട്ടുണ്ട്. അത് ഞാൻ പറഞ്ഞല്ലോ, അടുത്ത വർഷത്തേക്കുള്ള കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതിനകത്തൊരു കാര്യം കൂടി പറഞ്ഞു. കഴിഞ്ഞ സർക്കാരിൻ്റെ സമയത്ത് വരെ ഇപ്പം ഈ പറഞ്ഞ 1 വർഷം 2 വർഷം മുമ്പ് വരെയാണല്ലോ ഈ കടത്തിൻ്റെ കാര്യത്തിൽ പ്രശ്നമില്ല. പെൻഷൻ കമ്പനി 34,000 കോടിയിലധികം വരെ എടുത്തിരുന്നു. അത് മൊത്തം ഈ പുതിയ ഇവർ വന്നപ്പം 24,000 കോടിയോളം ഞാൻ ചുമതല ഏറ്റെടുത്തതിന് ശേഷം തിരിച്ചു കൊടുക്കേണ്ടി വന്നു. ഈ കേരളത്തിന്റെ ജോർജ് ജോസഫ്, കേരളത്തിന്റെ മൂവ് രാജ്യത്തെ മറ്റ് സംസ്ഥാനങ്ങൾ സെൻട്രൽ ഗവൺമെന്റ് സിഗ്നിഫിക്കന്റ് ആയി കാണുന്നു. ഇതിൽ ഈ 1,600 രൂപ കൊടുക്കുന്ന ഒരാളിന് ഡബിൾ പെൻഷൻ ഇല്ല എന്ന് പറയാൻ യാതൊരു കുഴപ്പമില്ല. നമ്മൾ ചെയ്യും മടി വിചാരിക്കേണ്ടെന്ന്. ഈ ഇത്രയും ശമ്പളം ഗവൺമെന്റ് ജീവനക്കാർ ദേ ആർ നോട്ട് എ ബിഗ് നമ്പർ. അങ്ങനെയുള്ളവർക്ക് ആ ഒരു ഇത് വൈ ഷുഡ് വി ബി ബോതർഡ്? എനിക്ക് തോന്നുന്നു ഫേമായിട്ട് നിന്നൊരു ആക്ഷൻ. കാരണം ഗവൺമെൻറ് ഒരു വളരെ ലക്ഷറിയസ് സിറ്റുവേഷനിലല്ല, ഡിഫിക്കൽട്ട് സിറ്റുവേഷനിലാണ്. അപ്പോൾ അങ്ങനത്തെ സിറ്റുവേഷനിൽ ഇത് ആൾക്കാർക്ക് മനസ്സിലാവണ്ടേ? കാരണം ഇതിൻ്റെ അകത്ത് വേറൊരു മിനിസ്റ്റർ നേരത്തെ പറഞ്ഞ ഈ വെളിയിൽ പോകുന്ന പൈസ ഇക്കോണമിയിൽ വരും. ഈ 2 പെൻഷനും 3 പെൻഷൻ കിട്ടുന്നവരുടെ ആ ഒരാളുടെ പെൻഷൻ്റെ 50% പോലും തിരികെ എക്കോണമിയിൽ വരുന്നില്ല. മുഴുവൻ ബാങ്കിൽ പോവാ, അല്ലെങ്കിൽ വേറെ സ്റ്റോക്ക് മാർക്കറ്റിൽ പോകും. ജോർജ് ജോസഫ്, കേരളം വളരെ ശക്തമായി കേന്ദ്രത്തിന്റെ സമീപനത്തിനെതിരെ സംസാരിച്ചുകൊണ്ടേയിരിക്കുന്നു, കേസ് കൊടുക്കുന്നു. 8-ന് സമരം വരുന്നു. ഇപ്പോഴും GST കോമ്പൻസേഷൻ കഴിഞ്ഞു, പക്ഷേ സെസ് ഇപ്പോഴും പിരിക്കുന്ന പോലുള്ള സാഹചര്യങ്ങൾ നിൽക്കും. കേരളത്തിന്റെ ഒരു മുന്നോട്ട് വെക്കുന്ന വാദം രാജ്യം ശ്രദ്ധിക്കുന്ന നിലയിലേക്ക് കാര്യമായി മാറി. തീർച്ചയായിട്ടും ഒരു സംശയമില്ല. ഇപ്പൊ നമുക്ക് നേരത്തെ ഈ പറഞ്ഞതുപോലെ തന്നെ ഈ മിനിസ്റ്റർ പത്രസമ്മേളനത്തിൽ തന്നെ പറഞ്ഞ കാര്യം നമ്മൾ ശ്രദ്ധിക്കുക. കർണാടകത്തിൽ സമരം ചെയ്യുന്നു, തമിഴ്നാട് DMK ചോദിക്കുന്നു, അവിടെ ബംഗാളിൽ പദയാത്ര നടത്തുന്നു. എല്ലാ സ്റ്റേറ്റുകളും ഉന്നയിക്കുന്ന ഒരു കാര്യം തന്നെയാണ്. അപ്പോൾ അതുകൊണ്ട് ഇപ്പം നേരത്തെ പറഞ്ഞ ഇത് വലിയൊരു പ്രശ്നമാണ്. കാരണം GST കോമ്പൻസേഷൻ കൊടുക്കാൻ വേണ്ടി GST കോമ്പൻസേഷൻ സെസ് സെപ്പറേറ്റ് ആയിട്ട് പിരിച്ചിരുന്നു. 2022 GST കോമ്പൻസേഷൻ നിർത്തിയിട്ട് 2026 മാർച്ച് വരെ GST കോമ്പൻസേഷൻ സെസ് തുടരുന്നു. അതിന് പറയുന്ന ന്യായം നേരത്തെ കുറച്ച് കടം എടുത്തിട്ടാണ് കോമ്പൻസേഷൻ കൊടുത്തത്, അത് കൊടുത്ത് തീർക്കാനാണ്. അപ്പോൾ പബ്ലിക്കിൻ്റെ തലയിൽ ഇത് വരുന്നു. അപ്പോൾ ഈ ഇഷ്യൂസ് റേസ് ചെയ്യാതെ, ഇതിനകത്ത് പൊളിറ്റിക്സ് അല്ല, ഇത് റേസ് ചെയ്യാതെ രാജ്യത്തിന് മുമ്പോട്ട് പോകാൻ കഴിയില്ല. മിനിസ്റ്റർ ഒരു കാര്യം പറഞ്ഞ് പ്ലാൻ ബി ആക്ഷൻ പറഞ്ഞിട്ടുണ്ട്, അത് പുറത്ത് വിട്ടിട്ടില്ല. പ്ലാൻ ബി എന്താണെന്നുള്ള വ്യക്തതയൊന്നും പറഞ്ഞിട്ടില്ല. അത് വെറുതെ പ്ലാൻ ബി ഇങ്ങനെ പറഞ്ഞു. പ്ലാൻ ബി നമ്മുടെ എന്തൊരു നിലവറ തുറന്നിട്ടില്ല എന്ന് പറഞ്ഞ പോലെ പ്ലാൻ ബി ഉണ്ട്. അത് പ്ലാൻ ബി വേറെ അപകടമുള്ള പ്ലാനൊന്നും അല്ല. ഈ അങ്ങനെ ചില ആളുകൾക്ക് ഒരു കൺഫ്യൂഷൻ ഉണ്ട്. അങ്ങനല്ല, നമുക്ക് ഇപ്പോഴത്തെ ഈ പ്രതിസന്ധി ഗവൺമെൻറ് ഇങ്ങനെ ചെയ്യത്തില്ല, കുറച്ച് കാര്യങ്ങൾ പരിഹരിക്കും. അല്ലെങ്കിൽ നമ്മൾ ഇതിനെ കൂടെ എങ്ങനെയാണ് കൂടുതൽ റിസോഴ്സ് ഉണ്ടാക്കുന്നതിന് കൂടുതൽ കാര്യങ്ങൾ ചർച്ച ചെയ്യേണ്ടി വരും. അതെല്ലാം പ്ലാൻ ബി എന്ന് പറഞ്ഞാൽ അതങ്ങനെ ശേഷം പ്ലാൻ ബി തുറക്കുന്നു. ദില്ലി സമരത്തിന് ശേഷം ഒരു കാര്യമുണ്ടല്ലോ, കഴിഞ്ഞ പ്രാവശ്യം ഇതുപോലെ ചർച്ച ചെയ്യുമ്പോൾ കേരളത്തിന് അങ്ങനെ വലിയ ഇതുണ്ടോ എന്ന് പറഞ്ഞാൽ അസംബ്ലിയിൽ ഉൾപ്പെടെ കേരളത്തിന് അങ്ങനെ വലുതായിട്ട് കിട്ടാനില്ല എന്ന് പ്രതിപക്ഷം പറഞ്ഞു. ഇപ്പോൾ ഒരു സന്തോഷമുണ്ട്, നമ്മൾ പ്ലാൻ തീരുമാനിച്ചത് ഒരു 3 വർഷമായിട്ട്, ഞാൻ കണ്ടിന്യൂസ് ആയിട്ട് 2.5 വർഷമായിട്ട് ഈ ഉത്തരവാദിത്തമുള്ള ഈ കണക്കുകളെല്ലാം എടുത്ത് ആദ്യം തൊട്ടേ പറയുന്നതാണ്. ഇപ്പോൾ നമ്മൾ പോകുന്നതിന് മുമ്പ് കർണാടക മുഖ്യമന്ത്രിയും എല്ലാവരും അവിടെ വരുന്നു, DMKയുടെ എല്ലാവരും ഇപ്പോൾ അടുത്ത ദിവസം പ്രതിഷേധം നടത്തുന്നു, ബംഗാളിൽ നടന്നു, പഞ്ചാബിൽ നിന്ന് വരുന്നു. അപ്പോൾ നമ്മൾ പറയുന്ന കാര്യം ശരിയായൊരു കാര്യമാണെന്നുള്ള അക്സെപ്റ്റൻസ് കിട്ടിയല്ലോ. അതിനകത്ത് എന്ത് ന്യായങ്ങൾ ആര് പറഞ്ഞാലും സ്റ്റേറ്റിന് വലിയ തോതിൽ കുറവുണ്ടെന്നും 65,000 crores കുറവാണ് കർണാടകത്തിന് വന്നെന്ന് പറഞ്ഞിട്ടാണല്ലോ അവർ പറഞ്ഞത്. 57 നമ്മൾ പറഞ്ഞപ്പോൾ തർക്കിച്ചെങ്കിലും ഇപ്പോൾ പ്രശ്നമുണ്ട്. പക്ഷേ പ്രശ്നം കഴിഞ്ഞ 25 വർഷത്തിനിടയിൽ നമ്മൾ പുതിയതായി റിസോഴ്സ് മൊബിലൈസേഷന് വേണ്ടി
ഒരു സ്റ്റെപ്പിലേക്ക് പോകുന്നില്ല, ആലോചിക്കുന്നില്ല. ഒരുപക്ഷെ ഇന്ന് political ഒരു constraint- ഒരു 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 ഡ്യൂട്ടി ഞാൻ പറഞ്ഞത് 1963 തീരുമാനിച്ച ശരി. 1.2 പൈസ. ആ, അതാണ് അതെന്തുകൊണ്ട് മാറി മാറി വരുന്ന ഫിനാൻസ് മിനിസ്റ്റർമാർ ചെയ്യുന്നില്ല എന്നുള്ള ചോദ്യം. അപ്പോൾ ഇപ്പോൾ ഇവിടെ സംസാരിച്ചു വന്ന പോലെ ഒരു പുതിയ സാഹചര്യങ്ങൾ, പുതിയ വെല്ലുവിളികൾ, അതിന് നടുവിൽ ദില്ലിയിലടക്കം പോയി സമരം ചെയ്യേണ്ട ഒരു അന്തരീക്ഷത്തിൽ നിന്ന് ബജറ്റ് അവതരിപ്പിച്ചുകൊണ്ട് കേരളത്തിൻ്റെ വികസനത്തിൻ്റെ മൊമെൻറ്റത്തെ കീപ്പ് ചെയ്തു പോവുക, അതേസമയം തന്നെ കേന്ദ്രം നമുക്ക് സൃഷ്ടിക്കുന്ന ധനപ്രതിസന്ധിയെ അതിജീവിക്കാൻ വേണ്ടത് ചെയ്യുക, ആ പ്രത്യാശ, ആ ഒരു ഉണർവ് നിലനിർത്തിക്കൊണ്ടുള്ളൊരു ബജറ്റ് അവതരണം ധനകാര്യമന്ത്രിയിൽ നിന്നുണ്ടായി എന്ന പൊതുവിലയിരുത്തൽ ഇവിടെ ഉണ്ടായിട്ടുണ്ട്. വളരെ ക്രിയാത്മകമായ നിർദ്ദേശങ്ങൾ അദ്ദേഹത്തിന് മുമ്പാകെ വന്നിട്ടുണ്ട്. അപ്പോൾ ഇതെല്ലാം അടങ്ങുന്ന നിലയിലാണ് കഴിഞ്ഞ കുറേ നേരം നമ്മൾ ഈ FM on ട്രയലിലൂടെ ധനകാര്യമന്ത്രിയുമായി അദ്ദേഹം അവതരിപ്പിച്ച ബജറ്റിൻ്റെ പശ്ചാത്തലത്തിൽ സംസാരിച്ചത്. ധനകാര്യമന്ത്രിക്കടക്കം എല്ലാവർക്കും പ്രത്യേകം നന്ദി. നമസ്കാരം.